എല്ലാവരെ പോലെ തന്നെ ഞാനും കാട്ടിൽ പോയി കഴിഞ്ഞാൽ ഇപ്പൊ കടുവയെ കാണാം അല്ലെങ്കിൽ ആനയെ കാണാം എന്നുള്ള പ്രതീക്ഷയോടുകൂടി തുടങ്ങിയ ഒരാളാണ്. ആദ്യമൊക്കെ പോയപ്പോൾ ഒന്നും കണ്ടിട്ടില്ല. വണ്ടി ഓടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെയാണ് ഞാൻ ശരിക്കും വൈൽഡ് ലൈഫിലേക്ക് വരുന്നത് തന്നെ. എന്റെ ജീവിതത്തിൽ എനിക്ക് ഈ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയിൽ ഇതുവരെ മറക്കാൻ പറ്റാത്തൊരു ട്രിപ്പായിരുന്നു. ഇവര് 97% ഓഫ് DNA മാച്ചസ് വിത്ത് ഹ്യൂമനാ ഇവരുടെ. ഇതെന്റെ അടുത്തേക്ക് വന്നിട്ട് ആദ്യം എന്നെ ഇങ്ങനെ നോക്കി സ്നിഫ് ചെയ്തു, കയറി പിടിച്ചു. കയറി പിടിച്ച സ്ഥലം പറയാൻ പറ്റില്ല. ഒരു പിടുത്തമായിരുന്നു. സ്വർഗം കണ്ടു ശരിക്കും പറഞ്ഞു. പിന്നെ ഞാൻ സെൽഫി ഒരു എടുത്തു. അതേ സെൽഫി എന്ന് വെച്ചാൽ അങ്ങനെയല്ല, പുള്ളിയോട് പറഞ്ഞൊരു ഫോട്ടോ എടുത്തെന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. കമ്പനിയിൽ പോയി ടേണിംഗ് പോയിന്റ്, ഫോട്ടോഗ്രാഫർ ആവണം എന്നുള്ളൊരു ടേണിംഗ് പോയിന്റ് അവിടെ നിന്നാണ്. ചിലപ്പോൾ ചോദിക്കും സെയിം കാട്ടിലേക്ക് തന്നെയല്ലേ വീണ്ടും പോകുന്നതെന്ന് ചോദിക്കും. പക്ഷെ അന്ന് കണ്ടതായിരിക്കില്ല പിന്നെ നമ്മൾ കാണും. ചിലപ്പോൾ കടുവ സെയിം ആയിരിക്കും ചിലപ്പോൾ, അല്ലെങ്കിൽ മാനിനെയാണെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സബ്ജക്റ്റാണ് മാൻ. ഒരു കാടിനെ കാണിക്കുമ്പോൾ, കാട്ടിൽ ഒരു കടുവയോ അല്ലെങ്കിൽ ആനയോ ഒരു മാനയിലോ അതിനെ കാണിക്കുമ്പോൾ കാടോടുകൂടി കാണിക്കണം എന്നുള്ള ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ്. ഫോട്ടോ എടുക്കാൻ എല്ലാവർക്കും പറ്റും, എല്ലാവരും ഫോട്ടോ എടുക്കും. ഞാനും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫോട്ടോ എടുക്കൽ ഭയങ്കര എളുപ്പമാണ്. ഷട്ടർ ബട്ടൺ ഞെക്കിയാൽ മതി. പക്ഷെ നമ്മൾ ഞെക്കുന്നതിന് മുമ്പ് അതിൻ്റെ ഉള്ളിൽ കൂടെ കാണുന്ന കാഴ്ച നമുക്ക് എങ്ങനെ കാണിക്കണം എന്നൊരു ധാരണ ഉണ്ടാവുമല്ലോ. ആനയെ സ്നേഹിക്കുമ്പോൾ നമ്മൾ രണ്ടും രണ്ട് തട്ടിൽ വെച്ച് സ്നേഹിക്കരുത്. തൃശ്ശൂർ പൂരം വരുമ്പോൾ അമ്മേ ഞാൻ പോയി ഒന്ന് രാമനെ കണ്ടിട്ട് വരട്ടെ എന്നാ പറയുള്ളൂ. അരിക്കൊമ്പനും കൊടുക്കുന്ന അതേ സ്നേഹം നിങ്ങൾ രാമന് കൊടുക്കുന്നില്ല. ആനസ്നേഹി എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ആനസ്നേഹിയായിരിക്കണം. ഞാൻ ഒരുപാട് വൈകി തിരിച്ചറിഞ്ഞ ഒരാളാണ്. അതായത് അരിക്കൊമ്പന് വേണ്ടി സമരം നടത്തിയിട്ട് പിറ്റേ ദിവസം തൃശ്ശൂർ പൂരം കാണാൻ പോകുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ആ ആനയ്ക്കും അതിൻ്റെതായ ഫ്രീഡം ഇതൊക്കെ ഉള്ള. ആന ഒരിക്കലും ഡൊമസ്റ്റിക്കേറ്റ് ചെയ്ത് കൊണ്ടു നടക്കാവുന്ന ഒരു ജീവിയല്ല. നീൽഗിരി താറ് രാജമലയിൽ പോയി എടുത്ത് അതിൻ്റെ ഫോട്ടോ എടുത്തായിരുന്നു. അപ്പം ഞാൻ അന്ന് എടുത്ത ഫോട്ടോ ഞാൻ വിചാരിച്ചു ഇത് എനിക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം, ഇവിടെ അത് ലിസ്റ്റിൽ പോലും വന്നില്ല. അപ്പം എനിക്ക് ഭയങ്കര മാനസിക വിഷമമായി. അത് കഴിഞ്ഞ് ഞാൻ അവാർഡ് കൊടുത്ത ഫോട്ടോസൊക്കെ ഞാൻ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഇരുന്നു പോയി. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. English Cafe. We present you the perfect English. WhatsApp now 9633 888 575. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ സുഭാഷ് നായരാണ് നമുക്കിപ്പോൾ ഉള്ളത്. ഹായ്. ഹായ്. ഈ വൈൽഡ് ലൈഫ് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ വളരെ രസകരമായിട്ട് പറയാം. പക്ഷെ ഈ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ആവുക എന്നൊക്കെ പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല, വല്ലാത്ത പണിയാണ്. ഒരു ക്ലിക്കൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്രമകരമായ ദൗത്യങ്ങളാണ്. ഇങ്ങനെ നോക്കുമ്പോൾ പുലികളും കടുവയൊക്കെ നിറഞ്ഞു നിൽക്കുക. ഇവരെയൊക്കെ എങ്ങനെ ക്യാമറയ്ക്കുള്ളിലാക്കി എന്നുള്ളതാണ് ചോദ്യം. എന്റെ ഒരു വേ ഓഫ് ഇതിൽ ഞാൻ എന്റെ ഫ്രണ്ട്സിനോടൊക്കെ പറയും, രാജ്യം നഷ്ടപ്പെട്ട രാജാവ്, കളിപ്പാട്ടം നഷ്ടപ്പെട്ട കുട്ടി, ഒരു ഫോട്ടോഗ്രാഫിയുടെ അവസരം നഷ്ടപ്പെട്ട ഫോട്ടോഗ്രാഫറുടെ വേദന ഒരുപോലെ. കാരണം എന്താ വെച്ചാൽ കാട്ടിൽ പോയിട്ട് നമുക്കൊരു സീക്വൻസ് രണ്ടാമത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഓരോ അവസരങ്ങളിലും നമുക്ക് കിട്ടുന്ന ചാൻസുകൾ നമ്മൾ ഓരോ സ്റ്റാർട്ടിങ്ങിൽ, ഞാൻ ബാക്ക് ഇൻ 2006 ഓൾമോസ്റ്റ് സ്റ്റാർട്ടഡ്. ആ സമയത്ത് തുടങ്ങിയതാണ്. അപ്പൊ അന്നേരം മുതൽ എടുത്ത് പഠിച്ച് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ട്രിപ്പുകളിലും ഓരോന്നും സെയിം. ചിലപ്പോൾ ചോദിക്കും സെയിം കാട്ടിലേക്ക് തന്നെയല്ലേ വീണ്ടും പോകുന്നതെന്ന് ചോദിക്കും. ഇപ്പൊ രന്തുമ്പോൾ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ പിന്നെയും അങ്ങോട്ട് തന്നെ പോയിട്ട് എന്ത് കിട്ടണം. പക്ഷെ അന്ന് കണ്ടതായിരിക്കില്ല പിന്നെ നമ്മൾ കാണും. ചിലപ്പോൾ കടുവ സെയിം ആയിരിക്കും ചിലപ്പോൾ, അല്ലെങ്കിൽ മാനിനെയാണെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സബ്ജക്റ്റാണ് മാൻ, സ്പോട്ടഡ് ഡിയർ. അപ്പൊ അതാണെങ്കിലും പക്ഷെ അതിന്റെ മൊത്തത്തിലുള്ളൊരു ഹാബിറ്റാറ്റും ഇതും എല്ലാം ഡിഫറെന്റ് ആയിരിക്കും രണ്ടാമത് പോകുമ്പോഴേ. അങ്ങനെ എടുത്തെടുത്ത് പല ടൈപ്പിലും എടുത്തു വെച്ചേക്കാണ്. ഈ ക്ഷമയോടുകൂടി കാത്തിരിക്കുന്ന കഥകൾ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. സത്യത്തിൽ ഒത്തിരി ദിവസം കാത്തിരുന്ന് കിട്ടുന്ന പടങ്ങൾ ചിലപ്പോൾ അത് സക്സസ് ആവണമെന്നില്ല, പക്ഷെ ചിലപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് നല്ലൊരു പടവും കിട്ടിയെന്ന് ഇരിക്കും. ഇത് നമ്മുടെ ഇവിടെയൊക്കെ ചില സ്പോട്ടുകളിൽ ഇങ്ങനെ ടൂറിസ്റ്റുകൾ പോലെ പോയിട്ട് ഫോട്ടോ എടുക്കുന്ന പരിപാടിയുണ്ട് ഇപ്പോൾ. പക്ഷെ യഥാർത്ഥ കാടുകളൊക്കെ എന്ന് പറയുന്നത് ഇപ്പോൾ മുൻപത്തെ അവസ്ഥയിൽ അങ്ങനെ ആയിരുന്നില്ല നമ്മൾ ചെയ്തിരുന്നത്. എങ്ങനെയായിരുന്നു സുഭാഷിന്റെ ഒരു? എല്ലാവരെ പോലെ തന്നെ ഞാനും കാട്ടിൽ പോയി കഴിഞ്ഞാൽ ഇപ്പൊ കടുവയെ കാണാം അല്ലെങ്കിൽ ആനയെ കാണാം എന്നുള്ള പ്രതീക്ഷയോടുകൂടി തുടങ്ങിയ ഒരാളാണ്. അപ്പൊ ആദ്യമൊക്കെ പോയപ്പോ ഒന്നും കണ്ടിട്ടില്ല. കുറെ ട്രിപ്പുകൾ, ട്രാവൽ, അതിന് വണ്ടി ഓടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ അങ്ങനെയാണ് ഞാൻ ശരിക്കും വൈൽഡ് ലൈഫിലേക്ക് വരുന്നത് തന്നെ. എനിക്ക് വണ്ടി ഓടിച്ച് ട്രാവൽ ചെയ്ത് എവിടെയെങ്കിലും പോകണമെന്ന് ഭയങ്കര ഇഷ്ടമാണ്. ഫോട്ടോഗ്രാഫി അതിന് മുമ്പേ ഉണ്ടായിരുന്നു? ഇല്ല. ഞാനത് ഇതിലേക്ക് വന്നത് ഈ ട്രാവലിൽ കൂടെ. ട്രാവൽ ചെയ്ത് പല സ്ഥലങ്ങളിലേക്ക് വണ്ടി ഓടിച്ചു പോകും. ആ സമയത്ത് ഞാനും വൈഫും, ഞാൻ ഭയങ്കര ഏജിൽ തന്നെ കല്യാണം കഴിച്ച ഒരാളാണ്. അപ്പൊ ഞങ്ങൾ ഒരുമിച്ച് ട്രാവൽ പോവും. അവിടെ ഇവിടെയൊക്കെ പോയിട്ട് വരുമ്പോൾ നമുക്ക് തോന്നും ഒരു ക്യാമറയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ ഒന്ന് ക്യാപ്ചർ ചെയ്യാൻ. ബട്ട് ദെൻ ഐ കം ഫ്രം എ മിഡിൽ ക്ലാസ് ഫാമിലി. അന്നേരത്തെ സമയത്ത് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു ക്യാമറയൊക്കെ മേടിക്കാന്ന് പറഞ്ഞാൽ 50,000 അടുത്തൊക്കെ ആ സമയത്ത് തന്നെ വിലയുണ്ട്, DSLR. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് ഞാനിങ്ങനെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞപ്പോൾ, ഫ്രണ്ട് മോർ ഓഫ് എ ബ്രദർ എന്ന് പറയാം, പുള്ളി പറഞ്ഞു, പുള്ളി UK വർക്ക് ചെയ്തത്. പുള്ളി പറഞ്ഞു ഞാൻ ക്യാമറ കൊണ്ടുതരാടാ എന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി എനിക്ക് ഒരു ക്യാമറ, ക്യാനൻ്റെ ഒരു ക്യാമറ കൊണ്ടു തന്നു.
അതിന് 2-3 പ്രാവശ്യമൊക്കെ ആയിട്ട് പുള്ളിയുടെ പൈസയൊക്കെ കൊടുത്ത് ഞാൻ അങ്ങനെ ഒരു ക്യാമറ സ്വന്തമായിട്ട് കിട്ടണ ആദ്യം. ഒരുമാതിരിപ്പെട്ട എല്ലാ ഫോട്ടോഗ്രാഫേഴ്സിനും ഒരു കഥ ഉണ്ടാവില്ലേ, 10ാമത്തെ വയസ്സിൽ എനിക്ക് അച്ഛൻ എൻ്റെ ബർത്ത്ഡേക്ക് ക്യാമറ ഗിഫ്റ്റ് തന്നു. എനിക്ക് അങ്ങനെയുള്ളൊരു കഥയില്ല. ഞാൻ വളരെ ലേറ്റ് ആയിട്ട് വന്ന ഒരാളാണ്. ലേറ്റ് ആയിട്ട് അതൊരു ക്യാമറ ടച്ച് ചെയ്ത് തന്നേരം ഒരു 24 വയസ്സ് 25 വയസ്സായപ്പോഴാണ് ഒരു ക്യാമറയിൽ തുറന്നു തരുന്നത്. അപ്പോൾ ആ സമയത്ത് അതുകൊണ്ട് പിന്നെ എൻ്റെ ട്രാവലുകളൊക്കെ പിന്നെ ഇങ്ങനെ ഫോട്ടോഗ്രാഫി ഓറിയൻറ്റഡ് ആയി. എവിടെയെങ്കിലുമൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ തന്നെ എവിടെയെങ്കിലും അങ്ങനെയൊക്കെ അങ്ങനെ നേച്ചറിലേക്കുള്ള ട്രാവലായി. കബനിയിൽ പോയി ഒരു ട്രിപ്പിൽ. അവിടെ ഒരു ടേണിംഗ് പോയിന്റ്, ഫോട്ടോഗ്രാഫർ ആവണം എന്നുള്ളൊരു ടേണിംഗ് പോയിന്റ് അവിടെ നിന്നാണ്. ഞാനും വൈഫും മോനുണ്ടായിരുന്നു. അപ്പൊ അവരുടെ വിചാരം ഞാൻ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ആണെന്നാണ്. അന്ന് എൻ്റെ കയ്യിലുള്ള ഒരു 70-300 നോർമൽ ലെൻസും ഈ ക്യാമറയാണ്. അപ്പൊ ഞാൻ കബനിയിലേക്ക് ചെന്നപ്പോൾ എനിക്ക് അന്ന് ഞാൻ അവിടെ ചെന്നിറങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് സോ വേർ ഐ ആം എൻട്രിങ്. ബിക്കോസ് എനിക്ക് തോന്നി ഐ ആം എൻട്രിങ് ടു എ നൈറ്റ് ക്ലബ് വിത്തൗട്ട് നോയിങ് ദ ഡ്രസ് കോഡ്. അതായത് നമുക്ക് അറിയില്ല. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആൾക്കാരുടെ കയ്യിൽ 800 mm 600 mm ഒക്കെ ബിഗ് ബസൂക്കാസാണ്. ഞാൻ ഈ 70-300 പഴയ ഒരു സാധനം എൻ്റെ ക്യാമറയും പിടിച്ചോണ്ട് ചില്ലുകയാണ്. പക്ഷെ എന്നാലും നമുക്കൊരു പ്രതീക്ഷയാണ്. ഞാൻ അവിടെ ഇത് ചെയ്തു. പിറ്റേ ദിവസം രാവിലെ എൻ്റെ ഒരു ഇതിലുണ്ടായിരുന്നൊരു വെൽ നോൺ ഫോട്ടോഗ്രാഫർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പുള്ളിയുടെ കൂടെ നിൽക്കുമ്പോൾ നമുക്കൊരു സന്തോഷം. കാരണം നമുക്ക് എന്തെങ്കിലും പഠിക്കാൻ പറ്റുന്നൊരു ധാരണ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ എൻ്റെ ഒരു ഇതിന് ഞാൻ പുള്ളിയോട് ഒരു ലെപ്പേർഡ് ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പുള്ളിയുടെ അഭിപ്രായം ചോദിച്ചു. അപ്പോൾ പുള്ളി അടുത്തേക്ക് നോക്കിയിട്ട് എന്നോട് പറഞ്ഞു, സുഭാഷ്, യു ബെറ്റർ എൻജോയ് ദ സീൻ വിത്ത് ദ ഫാമിലി. ദിസ് ക്യാമറ ഈസ് നോട്ട് ഗുഡ് ഇനഫ് ടു ക്യാപ്ചർ ദ സീൻ എന്ന് പറഞ്ഞു. അത് ശരിക്കും പറഞ്ഞാൽ ചങ്കത്ത കൊണ്ട് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്തു. കാരണം എൻ്റെ വൈഫും കുട്ടിയും ഇരിക്കുകയാണ്. അവരുടെ ധാരണ ഞാനൊരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറാണ്, ആനേനെയൊക്കെ എടുത്തിട്ടുണ്ടെന്നുള്ള ധാരണയിലിരിക്കും. പെട്ടെന്ന് ഒരാൾ വന്നിട്ട് പറയാണ് ഇത് ക്യാമറ അതിനുള്ള ഇതില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ അന്ന് രാത്രി ഞാൻ കരഞ്ഞു. കാരണം എനിക്കിതിൽ എന്തെങ്കിലും ആവണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇത് വളരെ വർഷങ്ങൾക്ക് മുമ്പായിട്ട് നടക്കുന്ന കഥ. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പിന്നെ അന്ന് രാത്രി എൻ്റെ വൈഫ് എന്നോട് പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല, നമുക്ക് വിചാരിച്ച് കഴിഞ്ഞാൽ നടക്കാത്തതെന്നുള്ളൂ, എല്ലാവരും അങ്ങനെയല്ല, ആരും അമ്മയുടെ വീട്ടിൽ നിന്ന് ഫോട്ടോഗ്രാഫറായിട്ട് വരുന്ന ആളൊന്നുമല്ലല്ലോ, എല്ലാവരും. എന്നിട്ട് ഞാൻ ശരി എന്നപ്പോൾ ഞാൻ അന്ന് തീരുമാനിച്ച ഉള്ളിൻ്റെ ഉള്ളിലൊരു തീരുമാനം എടുത്തു. അതായത് ഇറ്റ്സ് നോട്ട് അബൌട്ട് യുവർ ഗിയർ, ഇറ്റ്സ് ഓൾ അബൌട്ട് യുവർ പെർസ്പെക്റ്റീവ്, ഹൗ യു സീ. എങ്ങനെയാണ് നമ്മൾ കാഴ്ച കാണുന്നത്, അത് ഒപ്പിയെടുക്കാനുള്ളൊരു ഗിയർ മാത്രമാണ് ക്യാമറ. നമ്മുടെ കാഴ്ചപ്പാടാണല്ലോ വ്യത്യാസം, നമ്മളെങ്ങനെ കാണുന്നു അതിന് ഇത് ചെയ്യണം. അപ്പം അതുകൊണ്ട് ഏത് ക്യാമറയിലും മൊബൈലും കൊണ്ടാണെങ്കിലും നമുക്ക് എടുക്കാവുന്നത്. പക്ഷെ അതിൻ്റെ ലിമിറ്റേഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. അങ്ങനെ അവിടെ നിന്ന് തുടങ്ങിയത് സീരിയസ് ആയിട്ട് അങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോയി, സീരിയസ് ആക്കി എടുത്തു. ഞാൻ ഗിവ് അപ്പ് ചെയ്തില്ല. ഇൻ 2013 ആയപ്പോഴത്തേക്കും വളരെ സീരിയസ് ആയിട്ട് എടുത്തി. അങ്ങനെയാണ് ഇവിടം വരെ എത്തി. സൂം ലെൻസ് വാങ്ങിച്ചു. സൂം ലെൻസ് ഫസ്റ്റ് ക്യാനന്റെ 100-400 ഒരെണ്ണം മേടിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ നിക്കോണിലേക്ക് മാറിയായിരുന്നു. നിക്കോണിന്റെ ഇതെടുത്തപ്പോൾ D750 ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ, പിന്നെ D850, പിന്നെ 200-500. പിന്നെ ഞാൻ റെന്റിന് എടുക്കാൻ തുടങ്ങി ക്യാമറ, ലെൻസൊക്കെ റെന്റിന് കിട്ടും. കാരണം അഫോർഡബിൾ അല്ല നമുക്ക് മേടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് വേറെ പ്രയോറിറ്റീസ് ഒരുപാട് ലൈഫിലുള്ള കാരണം അത് നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ എന്താ വെച്ചാൽ റെന്റിന് എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ 400-ഉം 600-ഉം എൻ്റെ ഗോ ടു ലെൻസ് 400 ആകും. പിന്നെ ബാക്ക് ഫ്രം 2016-17 ഒക്കെ ആയപ്പോഴത്തേക്കും ഞാൻ മേടിച്ചു എൻ്റെതായി. ഇപ്പൊ ഒരുമാതിരിപ്പെട്ട എല്ലാ ലെൻസും ക്യാമറകളും. ശരിക്കും ഒരു 400 എങ്കിലും വേണ്ടേ ഇതിന്? 400 മിനിമം നമുക്ക് ഇപ്പൊ ഇന്ത്യൻ ഫോറസ്റ്റിലൊക്കെ പോകുമ്പോൾ മിനിമം ഒരു 400 ഏതെങ്കിലും റീച്ചെങ്കിലും. കാരണം നമുക്ക് പറയാൻ പറ്റില്ല എപ്പോഴായിരിക്കും എങ്ങനെയായിരിക്കും. അപ്പോൾ 400 ആകുമ്പോൾ നമുക്ക് അല്പം, പിന്നെ 2.8 ആണ് അപ്പർച്ചർ, അപ്പോൾ നല്ല ഓപ്പണിങ് കിട്ടും. പിന്നെ നമ്മുടെ ഇഷ്ടത്തിന് എൻ്റെ ഗോ ടു ലെൻസ് 400 ആണ്. ഞാൻ എവിടെ പോയാലും എൻ്റെ 400 ഒരു 70-200 ക്യാരി ചെയ്യും. പിന്നെ ഒരു വൈഡ് ആംഗിൾ. അതാണ് ഇത്. കാരണം നമ്മൾ ഒരു കാടിനെ കാണിക്കുമ്പോൾ, കാട്ടിൽ ഒരു കടുവയോ അല്ലെങ്കിൽ ആനയോ ഒരു മാനോ ഇല്ല, അതിനെ കാണിക്കുമ്പോൾ കാടോടുകൂടി കാണിക്കണം എന്നുള്ള ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ്. അല്ലെങ്കിൽ നമ്മൾ എവിടെ പോയാലും നമുക്ക് ഫോട്ടോ എടുക്കാം, പക്ഷെ ഈ കാടിന്റെ ഭംഗിയോടുകൂടി അതിൽ. അതെ, ഞാൻ ആ മാനിന്റെ അതിനകത്ത് വീഡിയോ കൂടെ ഇട്ടിട്ടുണ്ട്. അതിൽ കാടാണ് പകുതിയിൽ കൂടുതൽ, ഇവരുടെ കൊമ്പുകളാണ് മാത്രം നിൽക്കുന്നത്. അത് ഭയങ്കര രസമുള്ള നമ്മുടെ പെർസ്പെക്റ്റീവാണ്. നമുക്ക് ഫോട്ടോ എടുക്കാൻ എല്ലാവർക്കും പറ്റും, എല്ലാവരും ഫോട്ടോ എടുക്കും. ഞാനും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫോട്ടോ എടുക്കൽ ഭയങ്കര എളുപ്പമാണ്, ഷട്ടർ ബട്ടൺ ഞെക്കിയാൽ മതി. പക്ഷെ നമ്മൾ ഞെക്കുന്നതിന് മുമ്പ് അതിൻ്റെ ഉള്ളിൽ കൂടെ കാണുന്ന കാഴ്ച നമുക്ക് എങ്ങനെ കാണിക്കണം എന്നൊരു ധാരണ ഉണ്ടാവും. നമ്മൾ വ്യൂ ഫൈൻഡറി കൂടെ നോക്കുമ്പോൾ ഇതെങ്ങനെയാണ് കാണിക്കേണ്ടതെന്ന് നമുക്കൊരു ധാരണ ഉണ്ടെങ്കിൽ നമുക്കൊരു പെർസ്പെക്റ്റീവ് മാറും. ഇപ്പോൾ ഓരോ ഫോട്ടോകളാണെങ്കിലും ചിലപ്പോൾ നമുക്ക് കുനിഞ്ഞു എടുക്കേണ്ടി വരും, ചിലപ്പോൾ പല പൊസിഷനിൽ നമ്മൾ എടുക്കേണ്ടി വരും. ഇപ്പോൾ ഒരുമാതിരിപ്പെട്ട എല്ലാവരും, ഞാൻ ഉൾപ്പെടെ എൻ്റെ സ്റ്റാർട്ടിങ്ങിലൊക്കെ ഫോട്ടോ. അതിനുള്ളൊരു ടൈം കിട്ടുമോ? നമ്മൾ പടപട അടിക്കല്ലേ? ഇല്ല, അതാണ് പറഞ്ഞത്. അത് നമ്മളിങ്ങനെ പോയി അപ്പം നമ്മൾ ആദ്യമൊക്കെ സീക്വൻസിലൊക്കെ കാണുമ്പോൾ ഞാൻ എടുക്കില്ല. ഞാൻ ആദ്യം ആഫ്രിക്ക പോയപ്പോഴുള്ള ഫസ്റ്റ് ട്രിപ്പിൽ, എൻ്റെ ആദ്യത്തെ ഫസ്റ്റ് ട്രിപ്പ് ആഫ്രിക്കയിൽ ഭയങ്കര സംഭവമായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ട്രിപ്പ് ആഫ്രിക്ക മെക്ക ഓഫ് വൈൽഡ് ലൈഫേഴ്സ് എന്നാണ് പറയണത് തന്നെ. അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ട് വരുണാദിത്യൻ, ഞങ്ങൾ ക്ലോസ്, ഈസ് മൈ ബ്രദർ എന്ന് പറയാം. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് ട്രാവൽ ചെയ്തുകൊണ്ടിരുന്നത്.
കുറേ വർഷങ്ങൾ 2013 മുതൽ ഞങ്ങൾ ഒരുമിച്ച് എല്ലാ ട്രിപ്പുകളും പോകും. അപ്പോൾ ഞങ്ങൾ പോവാണ്. ഐ തിങ്ക് ദിസ് ഈസ് ഇൻ ബാക്ക് ഇൻ 2016 തോന്നുന്നു. അപ്പോൾ ഞങ്ങൾ പോയപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇപ്പം നെയ്റോബിയിൽ നിന്ന് വിൽസൺ എയർപോർട്ടിൽ നിന്ന് ഒരു ചെറിയ ഫ്ലൈറ്റിലാണ് കയറുന്നത്. ഈ 12-14 പേരെ കൊണ്ടുപോകുന്ന ചെറിയ നമ്മുടെ CID മൂസയിലെ സലീം കുമാർ ഓടിക്കുന്ന സാധനം. അപ്പം അതിൽ പോവാണ്. അപ്പോൾ അവിടെ എയർ സ്ട്രിപ്പുകളാണ് അവിടെ ഇറങ്ങാൻ നേരത്ത് പെട്ടെന്ന് പുള്ളി ഇറങ്ങിയില്ല, അബോർട്ട് ചെയ്തു, തിരിച്ചെടുത്തു. അപ്പോൾ പുള്ളി പറഞ്ഞു സോറി വി കുഡൻ ലാൻഡ്, ദെർ വാസ് എ ജിറാഫ് ഓൺ ദ റൺവേ. ദാറ്റ് വാസ് ഹൗ ഐ ഗോട്ട് വെൽക്കം ടു ആഫ്രിക്ക. ഫസ്റ്റ് അതായത് ഫ്ലൈറ്റ് ഇറങ്ങാൻ പറ്റിയില്ല. ഞങ്ങൾ മുകളിലേക്ക് എടുത്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ കണ്ടു അവിടെ നിന്ന് സാധനം അങ്ങനെ തലയൊക്കെ പിടിച്ചിങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ അവിടെ റൺവേയിൽ ഈ എയർ സ്ട്രിപ്പിൽ ഇതൊക്കെ വരും, ചീറ്റയൊക്കെ ഹണ്ട് ചെയ്യുമ്പോൾ സീക്വൻസുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ചു വന്ന് ഞങ്ങൾ ഇറങ്ങി. അങ്ങനെയാണ് ആദ്യത്തെ ട്രിപ്പ്. ആ ട്രിപ്പിൽ ഒരു 2500-3000 ഫോട്ടോ ഞാൻ എടുത്തിട്ടുണ്ടാവും. മൊത്തം ഒരു 5 ദിവസം അവിടെ ഉണ്ടായിരുന്നു. കാരണം കാണുന്നതൊക്കെ ക്ലിക്ക് ചെയ്യാണ്. പക്ഷേ കഴിഞ്ഞ മാസം ഞാൻ ആഫ്രിക്കയിൽ പോയിട്ടുണ്ടാവും. അതിലൊരു 200 ഫോട്ടോ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിൽ എന്താണ് മനസ്സിലാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ എടുക്കണം എന്നുള്ളൊരു ഇതിലേക്ക് വരുമല്ലോ. നമ്മൾ ആ പഠിച്ച് ഓരോ ദിവസം കാണുന്ന സീക്വൻസുകൾ നമുക്ക് ഏതാണ് വേണ്ടത് ഏതാണ് വേണ്ടാത്തതെന്ന് തിരിച്ചറിയാനുള്ളൊരു സമയത്തും. ആ സമയമാകുമ്പോഴത്തേക്കാണ് നമ്മൾ ഈ പെർസ്പെക്റ്റീവ് ഒക്കെ നമ്മുടെ ഉണ്ടാകുന്നത്. അടിപൊളി. ഈ കാട് വന്യമാണ്, വശ്യമാണ്, മനോഹരമാണ്. ഈ പല പേഴ്സ്പെക്റ്റീവിലും പല തീംസിലും ഒക്കെ നമ്മൾ ഈ കാടിനെ പകർത്താൻ ശ്രമിക്കുമായിരുന്നു. പക്ഷേ എക്സൈറ്റിംഗ് ആയി തോന്നുന്നത് ചില വന്യമായിട്ടുള്ള ദൃശ്യങ്ങളൊക്കെ കിട്ടുമ്പോൾ നമുക്കത് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് ഒരു പക്ഷേ അത് ഭയങ്കര സുഖകരമായി. ഏതായിരുന്നു ശരിക്കും എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളത്? ഞാൻ പലതരത്തിൽ ഇതിനകത്ത് കണ്ടു, പക്ഷേ ഉള്ളുകൊണ്ട് ഏതായിരുന്നു? ഞാൻ ഇപ്പോഴും എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കേരളത്തിലെ വെസ്റ്റേൺ ഗാർഡ്സ് എക്സ്പ്ലോർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടം. നടന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഏക കാട് ഇന്ത്യയിൽ ഇപ്പോഴും കേരളം മാത്രമേ. നമുക്ക് പെർമിഷൻ കിട്ടാൻ വലിയ പാടാണ്. കിട്ടിക്കഴിഞ്ഞാൽ വെസ്റ്റേൺ ഗാർഡ്സിൽ എക്സ്പ്ലോർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വല്ലാത്തൊരു അനുഭവമാണ്. ഓക്കെ, കാരണം ബാക്കിയുള്ള സ്ഥലങ്ങളിലൊന്നും നമുക്ക് അങ്ങനെയുള്ള ഇത് കിട്ടത്തില്ല. ഒരു പരിധി വരെ സഫാരി വെഹിക്കിളൊക്കെ ആയിരിക്കും ആദ്യം ചോദിച്ചാൽ മതി. നമ്മൾ സഫാരി വെഹിക്കിളിൽ ഇരുന്നിട്ട് നമ്മൾ പോകും. പിന്നെ നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ അനുസരിച്ച് നമ്മൾ ഇത് ചെയ്യാം. പക്ഷെ ഞാൻ എൻ്റെ ഇപ്പൊ പേജിൽ നോക്കിയാലും കാണാം കുറെ കേരളം. ഇവിടെ ഇപ്പൊ കൂടുതലും അങ്ങനെയല്ലേ? ഇവിടെ ഇപ്പൊ ചില ഏരിയകളിലൊക്കെ ഉണ്ടല്ലോ ട്രെക്കിംഗ് ഉണ്ട്. ഇപ്പൊ പെരിയാർ ടൈഗർ റിസർവിലൊക്കെ ട്രെക്കിംഗ് ഉണ്ട്. അതിലൂടെയൊക്കെ പോകുമ്പോൾ നമ്മൾ ഇഗ്നോർ ചെയ്ത് കളയും. ചെറിയ സീനുകളൊക്കെ ആയിരിക്കും. പക്ഷെ അത് ഫോട്ടോഗ്രാഫാക്കി എടുത്തു കഴിയുമ്പോൾ ഭയങ്കര ഭംഗിയായിരിക്കും. ചിലപ്പോൾ നമ്മളിപ്പോ ഒരു മാൻ ഇങ്ങനെ നിൽക്കുന്ന നമ്മൾ നടന്നു പോകുമ്പോൾ അതൊരു മാനല്ലേ എന്ന് ചിന്തിച്ച് ഒഴിവാക്കി കളയുന്ന പകുതി ഫോട്ടോസാണ് എൻ്റെ കയ്യിൽ കാണുന്ന പകുതി മാനുകളും. ഞാനും ഒഴിവാക്കി കളഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊരു മാനല്ലേ എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങോട്ട് ഇഗ്നോർ ചെയ്ത് കളയും. പക്ഷെ അതിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തത് എടുക്കുമ്പോഴാണ്. കാരണം കാട് എന്ന് പറയുന്നത് കടുവയും പുലിയും ആനയും മാത്രമല്ല, എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ എക്സ്പ്ലോർ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ വെസ്റ്റേൺ ഗാർഡ്സിൽ അതുപോലെ കുറെ പോയിട്ട് ഇപ്പൊ മൂന്നാറൊക്കെ പണ്ടൊക്കെ നമ്മൾ മൂന്നാറിൽ പോണ കോളേജിൽ പഠിച്ചോണ്ടിരിക്കുമ്പോൾ മൂന്നാറിൽ പോണ ടൂർ പോകുന്നതൊക്കെയാണ്. പക്ഷെ ഇപ്പൊ ഞാൻ മൂന്നാറിൽ പോയി കഴിഞ്ഞാൽ ഞാൻ സെബിൻസ്റ്റർ എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് ഉണ്ട്, അവൻ്റെ കൂടെ ഞങ്ങൾ പോവും, ആനയുടെ നോക്കി പോവും. അപ്പൊ നമുക്ക് നടന്നു പോകാനുള്ള സ്ഥലങ്ങളും ഉണ്ട്, അതായത് ലീഗലി അലൗഡ് ആയിട്ടുള്ള സ്ഥലങ്ങളും ഉണ്ട്. പിന്നെ അല്ലാണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ സ്പെഷ്യൽ പെർമിഷൻ ഒക്കെ എടുക്കേണ്ടി വരും ചിലപ്പോൾ. അങ്ങനെ ഇതൊക്കെ കിട്ടിയാൽ പോകും. പക്ഷെ മോസ്റ്റ്ലി എല്ലായിടത്തും ട്രക്കിംഗ് ഇതുണ്ട്, ട്രാക്ക് ഉണ്ട്. തേക്കടിയിലൊക്കെ പെരിയാർ ട്രക്കിങ്ങിന്റെ ഇതൊക്കെ ഉണ്ട്. അതിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇഫ് യു ആർ ലക്കി ദെൻ കിട്ടും. പക്ഷെ കടുവയെ കിട്ടണം എന്നുള്ള നിർബന്ധം കൊണ്ട് കാട്ടിലേക്ക് പോകരുത്. അങ്ങനെ പോയാൽ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അതിൽ ഇരപിടിക്കുന്ന സീൻ കിട്ടുമ്പോൾ നമുക്ക് ആ ഒരു അത് വേറൊരു ഡ്രാമാറ്റിക് ആയിട്ടുള്ള മൊമെന്റ് ആണല്ലോ. ആദ്യ ഘട്ടത്തിലൊക്കെ അത് കിട്ടിയത് ഓർമ്മയുണ്ടോ? എങ്ങനെയായിരുന്നു അത്? എന്റെ ഫസ്റ്റ് ഏറ്റവും നല്ല സൈറ്റിംഗ് നടന്നത് തഡോബ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. തഡോബ ഒരു ടൈഗർ റിസർവ് ആണ് മഹാരാഷ്ട്രയിലുള്ള. അപ്പോൾ ഹൈദരാബാദിൽ നിന്ന് ഒരു 6-7 hours ഡ്രൈവ് ഉള്ളൂ. അപ്പോൾ ഞാനൊരു നവംബർ 9 എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അന്ന് ആ സമയത്ത് ഞാൻ ട്രാവൽ ചെയ്തപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ 3 സഫാരി കഴിഞ്ഞു. 3 സഫാരിയിൽ ഒന്നും കിട്ടിയില്ല. അപ്പോൾ നെക്സ്റ്റ് ഡേ മോർണിംഗിൽ അന്ന് എൻ്റെ ബർത്ത്ഡേ കൂടെയാണ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് എന്തെങ്കിലും കിട്ടിയാൽ ബർത്ത്ഡേ ആണല്ലോ സന്തോഷിക്കാനുള്ള ചെറിയ ചെറിയ സന്തോഷങ്ങളാണല്ലോ നമുക്ക്, അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എന്നോട് ഗൈഡ് ചോദിച്ചു, സാറ് ലെഫ്റ്റ് പോകണോ റൈറ്റിലേക്ക് എടുക്കണമെന്ന് ചോദിച്ചു. അതായത് നമ്മളെങ്ങനെയാ, ഞാൻ ചുമ്മാ പറഞ്ഞു നമുക്ക് റൈറ്റ് പോകാം, എന്തായാലും എല്ലാം റൈറ്റില്ല, നമുക്ക് റൈറ്റിലേക്ക് പോകുന്നത്. അങ്ങനെ റൈറ്റ് പോയി കുറേ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ ചോട്ടി തര എന്ന് പറഞ്ഞൊരു ടൈഗ്രസ് ഉണ്ട്. ഈ ടൈഗ്രസും അതിൻ്റെ 2 കപ്സും റോഡിൽ കൂടെ ഇങ്ങനെ നടന്നു വരും. അത് കുറേ നേരം ആ വഴിക്ക് സാറിന് അന്നേരം ആരും പോവില്ല, കാരണം വേറെ കുറേ ഇതൊക്കെ ഉണ്ടാകുന്ന ആളുകൾ അപ്പുറത്തെ സൈഡിലേക്കൊക്കെ പോകുന്നു. അപ്പം ഞാനിത് കുറേ നേരം എനിക്ക് കിട്ടും, കുറേ ഫോട്ടോസ്. പക്ഷെ അന്നേരം നമ്മുടെ കയ്യിൽ അതിനുള്ള എക്യുപ്മെന്റ് അത് ക്യാപ്ചർ ചെയ്ത് പെർഫെക്റ്റ് ആയിട്ട് എടുക്കാനുള്ള ഒരു ഇതോ അല്ലെങ്കിൽ എനിക്ക് അതിനുള്ള കഴിവോ അന്നേരം ഇല്ല. പക്ഷെ ഞാൻ കണ്ടത് ഫസ്റ്റ് സീക്വൻസ് അങ്ങനെയാണ്. അത് ശരിക്കും ഒരു ചേഞ്ചിങ് പോയിന്റ്. ഫസ്റ്റ് ടൈഗർ, ഇപ്പോൾ ആൾക്കാർ ചിലരൊക്കെ പറയും കാട്ടിൽ പോയി കഴിഞ്ഞാൽ കടുവേനെ കാണാം എന്നുള്ളൊരു ഉറപ്പൊന്നുമില്ല നമുക്ക്. കടുവ എന്നല്ല, ഏത് മൃഗത്തിനെങ്കിലും കാണാമെന്നുള്ള ഉറപ്പ്. പക്ഷെ അവർ നമ്മളെ കാണുന്നുണ്ട്, അവർ പരിധി വരെ. നമുക്ക് കാണണം നിർബന്ധമൊന്നുമില്ല.
അപ്പോൾ ആ ഒരു ഇത് ഫസ്റ്റ് സൈറ്റിങ് ഭയങ്കര ഇതാവും. ചോട്ടിത്താരയും 2 കുഞ്ഞുങ്ങളുമായിട്ട് കുറേ നേരം കിട്ടും. ഞങ്ങൾ 40 മിനിറ്റ്സിൻ്റെ അടുത്ത് നല്ലൊരു സൈറ്റിങ് ആവും. അത് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പക്ഷെ ഫോട്ടോസൊക്കെ അത്ര ഇതൊന്നും ആയിരുന്നില്ല. പിന്നെ ഈ പുലി വേറൊരു സംഗതിയാണ്, കടുവയെ പോലെ അല്ല പുലി. അല്ല. അപ്പം ഈ പുലിയെ കിട്ടുമ്പോൾ അല്ലെങ്കിൽ പുലിയുടെ ചേസിങ്ങോ ഇല്ലെങ്കിൽ അത്തരം പുള്ളി അതായത് ലെപ്പേർഡ്, ചീത്ത. ചീറ്റ ഒരു സംഭവം. ചീറ്റ ഇപ്പൊ ആഫ്രിക്കയിലാണ്, ഇപ്പൊ ഇന്ത്യയിൽ കുനോയിൽ കൊണ്ടുവന്ന് വന്നിട്ടുണ്ട്. ചീറ്റ എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ചീറ്റ വൺ ഓഫ് ദ ഫാസ്റ്റസ്റ്റ് ആനിമൽ ഓൺ എർത്ത്, നോ ഡൗട്ട്. പക്ഷെ ഇതിന്റെ പ്രശ്നം എന്നാ, നമ്മൾ ഹണ്ടിങ് സീക്വൻസ് ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ കുറേ ടൈം എടുക്കും ഹണ്ട് ചെയ്തെടുക്കുക. ഇവര് ആ ഒരു 100-120-130 മീറ്റേഴ്സ് ആണ് ഇവർ ഫാസ്റ്റ് ആയിട്ട് റൺ ചെയ്യുന്നത്. ആ ഒരു 130 മീറ്റേഴ്സിന്റെ ഒക്കെ ഒരു ഗ്യാപ്പ് അവർ ഫില്ല് ചെയ്യാൻ വേണ്ടി ഒരു 3 കിലോമീറ്റേഴ്സ് ഒക്കെ ടൈം, ഒരു അല്ലെങ്കിൽ 2-3 കിലോമീറ്റേഴ്സ് മുമ്പേ ഇവർ പ്രേ കണ്ടുവച്ചിട്ടുണ്ട്. അപ്പൊ അത് ഇനി ഓരോ സ്റ്റെപ്പ് വെച്ച് കുറച്ചു നേരം വന്ന് നടക്കും, പിന്നെ അവിടെ കിടക്കും. അങ്ങനെ ഇവർ ടാർഗറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ. അപ്പൊ ഏറ്റവും വീക്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്മോളസ്റ്റ് ആയിട്ടുള്ള ഒരെണ്ണത്തിനെ ഇവർ ടാർഗറ്റ് ചെയ്യും, കാരണം ഇവർക്ക് ഓടിച്ച് പിടിക്കാൻ എളുപ്പത്തിൽ. അപ്പൊ നമ്മൾ ഇതിനനുസരിച്ച് നമ്മൾ വണ്ടി മൂവ് ചെയ്ത ഗ്യാപ്പൊക്കെ ഇട്ട് കൊടുക്കണല്ലോ, അങ്ങനെയാണല്ലോ ലീഗലി ചെയ്യുമ്പോൾ. അപ്പം അതൊക്കെ നോക്കി നമ്മൾ വെയിറ്റ് ചെയ്യും. അപ്പോൾ ഈ 100-150 മീറ്റേഴ്സിന്റെ ആ ഇത് ഉണ്ടാക്കാൻ വേണ്ടി ഒരു ചിലപ്പോൾ 3 hours, ചിലപ്പോൾ 4 hours, സംടൈം ഇറ്റ്സ് വെരി ഷോർട്ട് ഹവേഴ്സ്. പക്ഷെ മോസ്റ്റ്ലി ഒരു 2-3 hours ഒക്കെ എടുക്കും. അതിനു വേണ്ടി നമ്മൾ കുറേ നേരം വണ്ടി ഇങ്ങനെ ഇരുന്ന് സമയം കളയേണ്ടി വരും. അപ്പം നമ്മൾ അത് കഴിഞ്ഞിട്ട് ആ ഒരു ലാസ്റ്റത്തെ ഒരു 8-9 സെക്കൻഡാണ് നമുക്ക് ഫോട്ടോഗ്രാഫി ഓപ്പർച്യൂണിറ്റി ഉള്ളത്. അതിനു വേണ്ടി നമ്മൾ ഈ 3 hours ചിലപ്പോൾ വെയിറ്റ് ചെയ്യും. ആ ലാസ്റ്റ് 9 സെക്കൻഡ്സിൽ ഇവൻ ഈ 100 മീറ്റേഴ്സ് അത് മോസ്റ്റ്ലി അവർ ഫെയിൽ ആവും. ലാസ്റ്റ് മന്തിൽ ഞാൻ പോയപ്പോൾ 3 times ഫെയിൽ ആയതിനു ശേഷമാണ് അവർ ഒരു പ്രാവശ്യം ഒരു കില്ല് നടത്തിയത്. കാരണം എന്താ വെച്ചാൽ ഇവരുടെ സ്ട്രാറ്റജി ഭയങ്കര ഇതാ. ഇവർ 2 പേരുണ്ടെങ്കിൽ പോലും 2 എണ്ണം ഒരെണ്ണത്തിന്റെ പുറകെ തന്നെ പോകണം, 2 വഴിക്ക് കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആ കളയും. ചില സമയങ്ങളിൽ അവർ അങ്ങനെ ഇത് ചെയ്യും. അപ്പൊ നമുക്ക് മിസ്സാവും ചില സമയത്ത്. അല്ലെങ്കിൽ ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ടുള്ള ഹണ്ട് ചെയ്യുന്നത് മറ്റേ ഇന്ത്യൻ വൈൽഡ് ഡോഗ് ആണ്. അവര് ഭയങ്കര ഇതാ, ധോൽ എന്ന് പറഞ്ഞ് അവർ ഭയങ്കര സ്ട്രാറ്റജിക് ഹണ്ടേഴ്സ്. പക്ഷെ ഇവരെങ്ങനെയാന്ന് വെച്ചാൽ ഇവര് പ്ലാനൊക്കെ ആക്കി വരും. ചിലർ സക്സസ് ആവും. ഇതിൽ പറഞ്ഞ ചിലർക്ക് ശരിയാവും, ചിലർക്ക് ശരിയാവില്ല. പക്ഷെ ആ ഒരു 9 സെക്കൻഡിന് വേണ്ടി നമ്മൾ ചിലപ്പോൾ 2-3 hours ഒക്കെ സ്പെൻഡ് ചെയ്യും. മനസ്സിലായില്ലേ? അപ്പൊ അത്രയും സമയം നമ്മൾ അവിടെ വേസ്റ്റ് ചെയ്യും. വേസ്റ്റ് ചെയ്യല്ല, ആ ഒരു 8-9 മിനിറ്റ്സിന് വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യും. അത് തന്നെ സക്സസ് ആവണമെന്നില്ല, അത് തന്നെ സക്സസ് ആവണമെന്നില്ല. പക്ഷെ നമുക്ക് അന്നേരം സീക്വൻസ് കിട്ടും, കാരണം റൺ ചെയ്യണതും ഇതൊക്കെ ആയിട്ട്. ചീറ്റയുടെ റൺ ടൈമിലൊക്കെ നമ്മൾ പാൻ ചെയ്ത് ക്യാമറ, ഞാൻ ഈ 400mm ആണ് യൂസ് ചെയ്യുന്നത്. അത് പഴയ FL വേർഷൻ ഒക്കെ പറഞ്ഞാൽ ഭയങ്കര ഹെവിയാ. അപ്പൊ അത് തന്നെ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ പോകണം അതിന്റെ കൂട്ടത്തില്. അത് ഭയങ്കര ഇപ്പൊ പിന്നെ ബീൻ ബാഗ് ഒക്കെ വെച്ചിട്ടും. പക്ഷെ എന്നാലും ഞാൻ അധികം ഹാൻഡ് ഹെൽഡ് അധികം യൂസ് ചെയ്യുന്നത്, കാരണം നമുക്ക് ഇഷ്ടത്തിന് നമ്മുടെ ഫ്രെയിമുകൾ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് അധികം കയ്യിൽ പിടിച്ച എല്ലാം ഫ്രെയിം ചെയ്യാറുള്ളൂ. അപ്പൊ പക്ഷെ എന്നാലും അപ്പൊ അതിലും ഓടുന്ന സീക്വൻസുകളൊക്കെ നമുക്ക് നല്ലത് കിട്ടും. ഇപ്പൊ വീഡിയോസും കൂടെ ഇടുന്നുണ്ടല്ലോ, അതെങ്ങനെയാ ആ സമയത്ത് എടുക്കുക? അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോ ഒരു ഫ്രെയിം കാണുമ്പോൾ നമ്മളത് വീഡിയോ വർത്താണ്. ഇപ്പൊ എല്ലാവരും റെഡ് ബട്ടണാ. ശരിക്കും പറഞ്ഞാൽ വീഡിയോ റെക്കോർഡിങ്ങിന് കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ മാറിയില്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ പുറകോട്ട് നമ്മൾ ഫോട്ടോ ഇതെല്ലാം എന്നല്ലേ പറഞ്ഞു. അപ്പൊ ഞാൻ ഈ റീൽസ് ഒക്കെ വന്നതിന് ശേഷമാണ് ഞാനും വീഡിയോ. പക്ഷെ ഇപ്പൊ ഭയങ്കരമായിട്ട് സീരിയസ് ആയിട്ട് വീഡിയോ ഇതൊക്കെ ചെയ്തു തുടങ്ങി. വീഡിയോയുടെ ഇതെന്ന് വെച്ചാൽ നമ്മൾ സീക്വൻസ് കാണുമ്പോൾ നമ്മൾ മനസ്സിലങ്ങോട്ട് തീരുമാനിക്കുന്നത് ഞാൻ വീഡിയോയെ എടുക്കുന്നുള്ളൂ. നമുക്ക് 2 ക്യാമറയൊക്കെ വെച്ചിട്ട് എടുക്കാം. എപ്പോഴും എൻ്റെ 2-3 ക്യാമറ ഉണ്ടാവും. അപ്പോൾ ഒരെണ്ണം 70-200 ഫിറ്റ് ചെയ്തൊരു ക്യാമറ ഉണ്ടാവും, പിന്നെ ഒരു വൈഡ് ആംഗിളിന് ഉണ്ടാവും, പിന്നെ ഒരു 400 ഉണ്ടാവും. അപ്പോൾ സീൻ അനുസരിച്ച് എവിടെയാ വരുന്നത് എന്താനുസരിച്ച് ഇപ്പൊ ഞാൻ വീഡിയോയ്ക്ക് ആണെങ്കിൽ ഞാൻ ആ ഒരു പർട്ടിക്കുലർ ഇത് ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പൊ അതിനനുസരിച്ച് അതങ്ങ് എടുത്തിട്ട് അപ്പൊ ഷൂട്ട് ചെയ്യും. പിന്നെ ആദ്യം സ്റ്റാർട്ടിങ്ങിൽ മുതൽ ഫുൾ വെർട്ടിക്കൽ മാത്രമേ എടുക്കാറുള്ളൂ. ഓൺലി റീൽസ് ആയിരുന്നു മനസ്സിൽ. അത് കഴിഞ്ഞ് എനിക്ക് മനസ്സിലായി കുറച്ച് വീഡിയോസ് ഒക്കെ എൻ്റെ അടുത്ത്, കുറച്ച് സിനിമയിലേക്കൊക്കെ എൻ്റെ അടുത്ത് വന്ന് അപ്രോച്ച് ചെയ്തായിരുന്നു ഈ വീഡിയോയുടെ. അപ്പൊ അന്നേരം എൻ്റെ കയ്യിൽ ഇതിന്റെ വെർട്ടിക്കൽ വേർഷനേ ഉള്ളൂ, റീൽസ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാനത് റിയലൈസ് ചെയ്തു ഇതിന്റെ വാല്യൂ. പക്ഷെ അതിനുശേഷം ഫുള്ള് ഹൊറിസോണ്ടൽ എടുത്ത് എല്ലാം, പിന്നെ അതിൽ നിന്ന് നമ്മൾ ഒരു സ്റ്റോറി ഉണ്ടാക്കുകയുള്ളൂ. നമുക്ക് ഏതിനായാലും ഇപ്പൊ പല സീക്വൻസുകളായിരിക്കും ചിലപ്പോൾ. ഞാനിപ്പോൾ വീഡിയോ ഉണ്ടാക്കിയിടുമ്പോൾ സിനിമയൊക്കെ പിടിക്കുമ്പോൾ തന്നെ നമ്മൾ ഒരെണ്ണം വേറൊരു സ്ഥലത്തുനിന്നും വേറൊരു ദിവസം കിട്ടിയതൊക്കെ ആയിരിക്കും. പക്ഷെ അതിൽ നിന്നൊരു സ്റ്റോറി നമ്മൾ ഉണ്ടാക്കി ആണല്ലോ, കണക്ട് ചെയ്തിട്ടാണല്ലോ ഉണ്ടാകുന്നത്. ബിക്കോസ് സ്റ്റോറീസ് മൂവ് പീപ്പിൾ, സംടൈം ദേ ഈവൻ ചേഞ്ച് ദം, യു നെവർ നോ. അപ്പൊ നമ്മൾ പറയുന്ന ഒരു കഥ അവര് ഇത് ചെയ്യാനുള്ളത്. അപ്പൊ നമ്മള് ചില സീക്വൻസുകൾ ചിലപ്പോൾ 2 ദിവസം മുമ്പ് എടുത്ത് വെച്ചേക്കണായിരിക്കും. എല്ലാം ഒറ്റ ഇതിലെടുക്കുന്ന സീനില്ല, പർട്ടിക്കുലറായിട്ട് ഡിസൈഡ് ചെയ്യും. ഓക്കെ, ഇത് ഞാൻ വീഡിയോയെ എടുക്കുന്നുള്ളൂ എന്ന് തീരുമാനിച്ച് പോവാണ്. അപ്പൊ അന്നേരം അതിൻ്റെ ഇടയ്ക്ക് ഫോട്ടോയും ടൈം കിട്ടും. ടൈഗറൊക്കെ ആണെങ്കിൽ ഇപ്പോൾ റോഡിൽ വാക്കിംഗ് ടെറിട്ടോറിയൽ അനിമലാണ് ടൈഗർ. അപ്പൊ അവര് എന്നും അവരുടെ മോർണിംഗ് വാക്ക് ഒക്കെ ഉണ്ടാവും. അവരുടെ ടെറിട്ടറി അവർ ഇത് ചെയ്യാൻ വേണ്ടി വരും, പെട്രോൾ ചെയ്യാനുള്ള ഇതൊക്കെ ഉണ്ട്.
അപ്പോൾ അവർ വരുന്ന സമയത്തൊക്കെയാണ് മോസ്റ്റ്ലി നമ്മുടെ ഇന്ത്യൻ ടൈഗർ റിസർവുകളിലൊക്കെ ഉള്ള ഒരുമാതിരിപ്പെട്ട എല്ലായിടത്തും ടൈഗേഴ്സ് ആർ നോട്ട് ദാറ്റ് ഷൈ. അത്ര ഇതില്ല, കാരണം അവർ യൂസ്ഡ് ആണ്. ഇപ്പോൾ വെഹിക്കിളൊക്കെ വന്ന് കണ്ടു തുടങ്ങി. ഇപ്പോൾ രന്തംബോറിലൊക്കെ പോയി കഴിഞ്ഞാൽ ടൈഗറൊക്കെ വളരെ ക്ലോസ് ബൈ പോവും നമ്മുടെ അടുത്ത്. പക്ഷെ അത് ഭയങ്കര പ്രശ്നങ്ങളുണ്ട്. ആൾക്കാർ ചില സ്ഥലങ്ങളിലൊക്കെ അത് തന്നെ മൊബൈൽ നിരോധിക്കേണ്ടി വന്നിട്ടുണ്ട്. കാരണം വണ്ടിയുടെ തൊട്ടടുത്തേക്കിടെ പോകുമ്പോൾ ആൾക്കാർ സെൽഫി എടുക്കാനൊക്കെ പോകും. അപ്പൊ അതൊരു പ്രശ്നം വന്നിട്ട് ഇപ്പൊ തടോബയിൽ മൊബൈൽ ബാൻഡായി. അപ്പൊ അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ട്. പക്ഷെ എന്നാൽ പോലും ഇവരൊക്കെ യൂസ്ഡ് ആണ്. അപ്പൊ നമ്മുടെ ഇവിടെ കേൾക്കുന്ന കടകൾ വയനാട്ടിലെ സ്റ്റോറി മാതിരിയുള്ള ഒരു സീനല്ല രന്തംബോറിലൊക്കെ ഉള്ളു. കാരണം വയനാട്ടിലെ ഇവിടെയൊക്കെ അനിമൽസ് ഇതൊന്നും കണ്ടിട്ടില്ലാത്ത ടൈപ്പിലുള്ള ഇതായിരിക്കും. അപ്പൊ അവര് പെട്ടെന്ന് പക്ഷെ എന്നാലും കടുവയാണ്. അതിന് മുമ്പിൽ ചെന്ന് നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി നിന്നൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതൊക്കെ പറ്റും. അങ്ങനെ പറ്റിയിട്ടുണ്ട്, എല്ലായിടത്തും പറ്റാറുണ്ട്. പറ്റില്ലാത്ത സ്ഥലങ്ങളൊന്നുമല്ല. വണ്ടിയിലിരുന്നാണ്, ഓപ്പൺ ജിപ്സിയാണ്. അപ്പൊ അങ്ങനെ പറ്റും. ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കോമ്പറ്റീഷൻ വരികയാണ്. ബാക്കിയുള്ളവർക്ക് നല്ല പടങ്ങൾ കിട്ടുമ്പോൾ, സീൻസ് കിട്ടുമ്പോൾ നമ്മുടെ ഉള്ളൊന്നൊക്കെ അതെങ്ങനെ മാനേജ് ചെയ്യുന്നുള്ളത് ഞാൻ സത്യം പറഞ്ഞാൽ വിശ്വസിക്കുന്ന എനിക്കറിയില്ല. എനിക്ക് കത്താറില്ല, ഇതുവരെയായിട്ടും കത്തിയിട്ടില്ല. അത് ചിലപ്പോ എന്താ പറയാ, വളർത്തിയതിന്റെ വ്യത്യാസമായിരിക്കും. എന്റെ അച്ഛൻ എപ്പോഴും പറയും, അച്ഛനൊരു പഴയ സോഷ്യൽ ആക്ടിവിസ്റ്റ് ആണ്. അച്ഛൻ മരിച്ചു കഴിഞ്ഞിട്ട് 10-18 വർഷമായി. അച്ഛൻ എപ്പോഴും പറയായിരുന്നു, നമ്മള് ഇപ്പൊ ഞാനിപ്പോ ചേട്ടന്റെ സന്തോഷം കണ്ട് ഞാനിങ്ങനെ സന്തോഷിക്കുമ്പോൾ താങ്കളുടെ സന്തോഷം ഇരട്ടിയാവുന്നു. അപ്പൊ ഞാനിപ്പോ അവിടെ ഒരു ഇവന്റിൽ ടോക്ക് ചെയ്തിട്ട് വരുന്ന ഫ്യൂച്ചർ 24 കാക്കനാട് ഈ യൂണിവേഴ്സിറ്റിയിൽ. അപ്പൊ അവരോട് ഞാൻ പറയായിരുന്നു, ഞാൻ ലാസ്റ്റ് അവരോട് പറഞ്ഞ കാര്യം ഇതായിരുന്നു, നമ്മളെ എല്ലാവരുടെയും സന്തോഷങ്ങളിൽ നമ്മൾ കൂടെ നിന്ന് സന്തോഷിക്കുകയാണെങ്കിൽ നമുക്കും വരുമ്പോൾ നമ്മുടെ കൂടെ ആളുണ്ടാവും. പക്ഷെ ഞാൻ കാണാറുണ്ട്, നമ്മൾക്ക് ചിലപ്പോൾ നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ ഉണ്ടായിരിക്കാം. പക്ഷെ എനിക്കിതുവരെയായിട്ട് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല ഇതുവരെയായിട്ട്. പക്ഷെ എന്നെ ഇഗ്നോർ ചെയ്തേക്കുന്ന കുറെ സിറ്റുവേഷൻസ് ഉണ്ട്. ഇഗ്നോർ ചെയ്തേക്കുന്നത് ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഞാൻ പണ്ടൊക്കെ നമ്മൾ ഫേസ്ബുക്ക് മാത്രം വന്നുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ എല്ലാവരോടും ചെന്ന് ചോദിക്കാറുണ്ട്, ഞാൻ ഒന്ന് ടാഗ് ചെയ്തോട്ടെ, കാരണം ഫോട്ടോയ്ക്ക് റീച്ച് കിട്ടുന്നത് നിങ്ങൾ ടാഗ് ചെയ്യുള്ളൂ, ഒന്ന് ടാഗ് ചെയ്തോട്ടെ എന്ന് ചോദിക്കാം. അപ്പൊ കുറെ പേരൊക്കെ നമ്മളോട് പറയും, നിനക്ക് വേറെ പണിയൊന്നുമില്ല, നീ ഈ കാട്ടിലും പോയുള്ള ഫോട്ടോയിലൊക്കെ ടാഗ് ചെയ്തിട്ട് ചുമ്മാ എൻ്റെ ഫീഡ് മുഖം നിന്റെ പടങ്ങളുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഇത് ചെയ്യാറുണ്ട്. പക്ഷെ അന്നേരം നമുക്ക് വിഷമം ആ കാലഘട്ടത്തിലൊക്കെ തോന്നുമായിരുന്നു. പക്ഷെ എന്നോട് ഒരുമാതിരിപ്പെട്ട എല്ലാവരും ഓക്കേടാന്ന് പറയാറുള്ളൂ. ഓക്കെ എന്നാ പറയാ, കാരണം ഫ്രണ്ട്സൊക്കെ നമ്മളെ പോലെ തന്നെ നമ്മളോട് ചേർന്ന് നിൽക്കുന്ന സുഹൃത്തുക്കൾ. അപ്പൊ എന്റെ സക്സസ് ഉണ്ടായി എന്നല്ലേ പറഞ്ഞ, പക്ഷെ എന്തായാലും ഉള്ളത് വരെ കണ്ടു കൂടെ നിന്ന് സന്തോഷിക്കുന്ന കൂട്ടുകാരെ എനിക്കും ഉള്ളു. അപ്പൊ അവരോടൊക്കെ നമുക്കത് തന്നെ ഒരുപാട് കടപ്പാടുകളുണ്ട്. എല്ലാവരും നമ്മളെന്തെങ്കിലുമൊക്കെ ആയിപ്പെടണം എന്ന് അവർക്കും ആഗ്രഹമുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് അങ്ങനെ തോന്നാറില്ല ഒരു പരിധി വരെ. പക്ഷെ തോന്നുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, നമ്മൾ ഇൻസ്റ്റന്റ്ലി നമ്മൾ കാണാറും കേൾക്കാറും ഉണ്ട്. എവിടെയെങ്കിലും ഒരു ട്രാവലൊക്കെ പോയിട്ട് വരുമ്പോൾ നമ്മുടെ സഫാരി വണ്ടി വന്നു, അടുത്ത വണ്ടി വരുമ്പോൾ തന്നെ അവരോട് ചോദിക്കും, നിങ്ങൾ എന്തെങ്കിലും കണ്ടായിരുന്നോ എന്ന് ചോദിക്കും. ഇല്ല കണ്ടില്ല എന്ന് പറയും. അങ്ങനെ ഒരു ഫീൽ വരുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അത് സ്വാഭാവികമാണല്ലോ, മാനുഷികമാണല്ലോ, മനുഷ്യനല്ലേ നമ്മൾ. എൻഡ് ഓഫ് ദി ഡേ ഓൾ ആർ ഹ്യൂമൻ, വി ഹാവ് ഫീലിങ്സ്, നമ്മളെല്ലാം വരും. പക്ഷെ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും മറ്റൊരാൾക്ക് കിട്ടിയെന്ന് പറഞ്ഞാലും ഓക്കെ അവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ട് അപ്പോൾ എന്നൊരു ധാരണ ഉണ്ടാവും. ഇപ്പൊ ഞാൻ കേരളത്തിൽ ഇതുവരെയായിട്ടും കടുവയെ നേരിട്ട് കണ്ടിട്ടില്ല കേരളത്തിൽ. പക്ഷെ കടുവയുണ്ട്, ആൾക്കാർ കാണുന്നുണ്ട്, ഫോട്ടോ എടുത്തവരുണ്ട്. ഞാൻ എന്തോരം നടന്നിട്ടുണ്ട്, ഞാൻ കുറെ നടന്നിട്ടുണ്ട്, കുറെ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. ഇതുവരെയായിട്ടും ഒരു പ്രാവശ്യം കണ്ടൊരു മിന്നായം പോലെ കണ്ടേ ഉള്ളൂ. പക്ഷെ അങ്ങനെ ഉണ്ട് എന്ന് ആരെങ്കിലും വിളിച്ചു പറയുമ്പോൾ എനിക്ക് എപ്പോഴും അപ്ഡേറ്റ് ഒക്കെ തരുമ്പോൾ ഇവിടെ വന്നിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, അപ്പൊ എനിക്ക് സന്തോഷമാണ്, കാരണം അവിടെ കടുവയുണ്ട്, അവിടെ മൂവ്മെന്റ് ഉണ്ട്, അല്ലെങ്കിൽ എലഫന്റ് ഉണ്ട്. അപ്പൊ ഏതെങ്കിലും ഒരു സമയത്ത് നമ്മൾ പോയാൽ നമുക്ക് കിട്ടുമായിരിക്കും എന്നൊരു ഇതുള്ള കാരണം അങ്ങനെ ഇതാണ്. അതേപോലെ തന്നെ ഈ വീഡിയോ സ്റ്റോറീസ് നമ്മൾ ഇന്റർനാഷണൽ ചാനൽസിൽ വരുമ്പോൾ ഇത് ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ടാണ് കഥ പറയുന്നത്. ഇതെങ്ങനെ ഒരു ഷൂട്ട് ചെയ്യുന്നത് നമുക്ക് ഒരു തരത്തിലും പിടിയിട്ടില്ല. ഇതെങ്ങനെയാ ഇതിന്റെ പിന്നിലെന്ന് നമ്മളിപ്പോ ഒരു സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ അവർ അതിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി തന്നെയായിട്ട് പോകും. ചീറ്റ എന്ന് പറഞ്ഞൊരു ഇതിനെക്കുറിച്ച് സബ്ജക്റ്റിനെ കുറിച്ച് എടുക്കാൻ അവർ വേറെ ഒന്നിനും ഫോക്കസ് ചെയ്തില്ല. അവർ ഡേയ്സ് ആൻഡ് മന്ത്സ് ഒക്കെ അവിടെ സ്പെൻഡ് ചെയ്തിട്ട് അതിനെ മാത്രം ഫോക്കസ് ചെയ്ത് അതിന്റെ ചരിത്രം ഫുള്ള് ഇത് ചെയ്തിട്ടാണ് അവർ എടുക്കുന്നത്. ഇതിപ്പോ ഓരോ നാഷണൽ ജോഗ്രഫിക്ക്, ഡിസ്കവറി, അങ്ങനെയുള്ള ഓരോ നമ്മുടെ ഇവിടെ നിന്നാണല്ലോ ഇപ്പോൾ നമ്മുടെ ഇവിടത്തേക്ക് ആൾക്കാർ മറ്റേ ഒരുപാട് നല്ല പ്രൊജക്റ്റുകൾ വെസ്റ്റേൺ ഗാർഡ്സിനെ കുറിച്ച് ഇറക്കിയിട്ടുണ്ട്. ബ്ലാക്ക് പാന്തർ കമ്പനിയുള്ള ബ്ലാക്ക് പാന്തറിനെ കുറിച്ചൊക്കെ ഇറക്കിയിട്ടുണ്ടല്ലോ. അപ്പൊ അവരൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിനെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് കുറെ നാൾ സ്പെൻഡ് ചെയ്യും, ഒരുപാട് എഫേർട്ട് ഇടും. അങ്ങനെ ഫോക്കസ് ചെയ്തെടുക്കുമ്പോഴാണ് കിട്ടുള്ളൂ. നമ്മൾ റിസൾട്ട് കിട്ടുമെന്ന് ഉറപ്പില്ലല്ലോ. ഉറപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് എന്റെ ഒരു ആഗ്രഹമുണ്ട്, ടൈഗറിനെ കുറിച്ചൊരു ഡോക്യുമെന്ററി ചെയ്യണമെന്ന് വിചാരിച്ചു. ഞാൻ ഡോക്യുമെന്ററി ഒക്കെ ചെയ്ത് പകുതി ആകുമ്പോഴായിരിക്കും ചിലപ്പോൾ ഈ ടൈഗർ വല്ല ഫൈറ്ററോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് പോകുന്നത്. ചിലപ്പോൾ അങ്ങോട്ട് വാനിഷായി പോകും, നമുക്കറിയാൻ പറ്റുള്ളൂ. അങ്ങനെയൊക്കെ സംഭവിക്കുന്ന ഒരു നാളൊരു
ആളിൻ്റെ അടുത്തൊരു കഥ പറഞ്ഞു. പുള്ളിക്ക് ഇങ്ങനെ താല്പര്യം ഉണ്ടായിരുന്നു. പുള്ളി ഇങ്ങനെ ഒരു ടൈഗറിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരുന്ന ഇത് ചെയ്യായിരുന്നു. ഞാൻ കുറേ സ്പെൻഡ് ചെയ്തു, കുറേ പൈസയൊക്കെ സ്പെൻഡ് ചെയ്തതൊക്കെ ചെയ്ത് ഓൾമോസ്റ്റ് ഒരു ഹാഫ് കൂടുതൽ സ്റ്റോറിയൊക്കെ ക്രിയേറ്റ് ചെയ്ത എൻ്റെ ഒരു ഫാമിലി ട്രീ ഒക്കെ പുള്ളി, അതായത് ഇതിൻ്റെ അമ്മ, ഇതിൻ്റെ അച്ഛൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവരൊക്കെ പഠിക്കുന്നവരുണ്ട്. എനിക്ക് അത്ര ഉള്ള ജ്ഞാനമൊന്നുമില്ല. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ സംഭവം കടുവ. പേര് ഇപ്പോൾ ഒരു പരിധിവരെയൊക്കെ അറിയാം, എല്ലാത്തിനും അവർ പേരിട്ടിട്ടുണ്ട്. പക്ഷെ എങ്കിലും എനിക്ക് സബ്ജക്റ്റ് ഫോട്ടോഗ്രാഫിയാണ് മെയിൻ. അപ്പം അങ്ങനെയുള്ള കാരണം. പക്ഷേ പുള്ളി പറയാം, അപ്പോൾ ഇത് ചെയ്ത് തീരാറായപ്പോഴത്തേക്കും ഇത് മിസ്സിങ് ആയി, പിന്നെ കാണാനില്ല. കുറെ നാൾ കഴിഞ്ഞപ്പോൾ അറിഞ്ഞു അത് ചത്തുപോയി എന്നാണ് അറിയണത്. അപ്പൊ പുള്ളിക്ക് എത്രയും ചെയ്തത് വെറുതെ. അപ്പൊ എങ്ങനെ ഇത് എൻഡ് ചെയ്യാൻ പറ്റും? എൻഡ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് വേറൊരു ഡമ്മയെ കൊണ്ടൊന്നും ചെയ്യാനും പറ്റില്ല. അങ്ങനെയൊക്കെ സംഭവിക്കും. പക്ഷെ ഒരു പരിധി വരെയൊക്കെ ആൾക്കാർ അങ്ങനെ ചെയ്തു പോകും. ഇപ്പൊ ഞാൻ എൻ്റെ ഒരു ഇതിൽ എനിക്ക് ചെയ്യാൻ വെസ്റ്റേൺ ഗാർഡ്സിനെ കുറിച്ച് എന്തെങ്കിലും ചെയ്യണമെന്ന് വലിയ ആഗ്രഹമുള്ളൊരു ഇതാണ് ഇപ്പോഴും മനസ്സിൽ കിടക്കുന്നുണ്ട്. ഞാൻ ഇന്നാൾ ഷൂട്ട് ചെയ്തായിരുന്നു നിക്കോണിൻ്റെ ഒരു ഇതിന് വേണ്ടി. C6 ക്യാമറ ഇറങ്ങിയപ്പോൾ വെസ്റ്റേൺ ഗാർഡ്സ് ഞാൻ ഫുള്ള് കവർ ചെയ്ത് വാൽപ്പാറയിൽ പോയി. ആദ്യം വാൽപ്പാറയിൽ പോയി ലൈൻ ടെയിൽ മെക്കാക്ക് എന്ന് പറഞ്ഞ ഇതിൻ്റെ ഇതുണ്ട്. ഈ ക്യാമറയ്ക്ക് വേണ്ടി അവർ എന്നോട് പറഞ്ഞിട്ട് ഞാൻ പോയി എടുത്തൊരു 5 ദിവസം ഫുള്ള് വെസ്റ്റേൺ ഗാർഡ്സിലായിരുന്നു. അപ്പോൾ അവിടെ പോയി എടുത്ത് അതിൽ വെസ്റ്റേൺ ഗാർഡ്സിൽ നിന്ന് ലൈൻ ടെയിൽ മെക്കാക്കിൻ്റെ എലഫൻസ് ഉണ്ട്, പിന്നെ കുറേ ഫ്രോഗ്സ്, സ്നേക്സ് ഒക്കെ ഉണ്ട്. ഇതിനൊക്കെ നമ്മൾ ഒരു പരിധി വരെ ആരും കാണാത്ത ചെറിയ ചെറിയ ഫ്രോഗ്സ് ഉണ്ട്. ഞാൻ പറഞ്ഞ വൈൽഡ് ലൈഫിലോ അല്ലെങ്കിൽ ഇതിനോട് താല്പര്യമുള്ള ആൾക്കാരല്ല, ഒരു ഒരു സെക്ഷൻ ഓഫ് പീപ്പിൾ ഇതൊന്നും കണ്ടിട്ടില്ലാത്ത, കണ്ടാലും ഇഗ്നോർ ചെയ്ത് കളയുന്നൊരു ഇതായിരിക്കും. കാരണം അതൊരു തവള. പക്ഷെ നമ്മൾ അതിനെ ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്യുമ്പോഴായിരിക്കും മനസ്സിലാവുന്നത് ഭയങ്കര ഭംഗിയും ഭയങ്കര ഇതായിരിക്കും. ഇപ്പൊ മീശപ്പുലിമല പോയി എല്ലാവർക്കും ചാർലി സിനിമയ്ക്ക് ശേഷമാണ് മീശപ്പുലിമല. പക്ഷെ അവിടെ റെസ്പ്ലൻഡന്റ് എന്ന് പറഞ്ഞാൽ ഫ്രോഗിനെ കണ്ടു തുടങ്ങിയത് ഇപ്പോഴും ആൾക്കാർ. അവിടെ ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആ ഫ്രോഗ്. പിന്നെ ഗാലക്സി ഫ്രോഗിനാണെങ്കിൽ വോക്കൽ കോഡ് പോലും ഇല്ല. അതിനെ നമുക്ക് കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ചടങ്ങാണ്. അതൊരു തപ്പി കണ്ടുപിടിച്ചപ്പോൾ ഞാൻ ഇന്നാളെ ഇതിനു വേണ്ടി ഷൂട്ട് ചെയ്യുമ്പോൾ ഇപ്പം എനിക്ക് എൻ്റെ ഫ്രണ്ട് സെബിൻസ്റ്റർ എന്ന് പറഞ്ഞാൽ പുള്ളിയായിരുന്നു എന്നെ ഹെൽപ്പ് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ കുറേ തപ്പി കുറേ ഇതിന് ശേഷമാണ് ഒരെണ്ണത്തിനെ കാണുന്നത്. അതും വളരെ ചെറുതാണ്, വളരെ മൈന്യൂട്ടാണ്. പക്ഷെ അതിൻ്റെ ഫോട്ടോ എടുത്ത് കഴിയുമ്പോൾ എൻ്റെ പേജിലുണ്ട്. ഫോട്ടോയും വീഡിയോ കാണുമ്പോൾ ഭയങ്കര ഭംഗിയാണ്. അല്ല, ഈ ഇൻസെക്ട്സിന്റെ മൈക്രോ ലെൻസ് വെച്ചിട്ടുള്ള ഫോട്ടോഗ്രാഫി, അതിപ്പോ അതിന്റെ വീഡിയോസ് ഒക്കെ വരുന്നുണ്ടല്ലോ, അത് ശരിക്കും അത് വേറൊരു ഡിപ്പാർട്ട്മെന്റ് ആണല്ലോ നിങ്ങളുമായിട്ട്? ഇല്ല, എല്ലാം ഇറ്റ്സ് ഓൾ കവർ. എല്ലാത്തിന്റെയും ഇതിൽ കവർ ചെയ്യും. അതായത് നമ്മള് മാക്രോ ലെൻസ് ഉപയോഗിക്കും. 105 ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. 105 മാക്രോ യൂസ് ചെയ്തിട്ട് ഈ ഫ്രോഗിന്റെ ഒക്കെ ആ ലെൻസ് അത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. മാക്രോ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോ ഒരു സ്നേക്കിന്റെ ഒക്കെ ഫോട്ടോ എടുക്കാൻ പോവാണ്. നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന ഒരു ഫോട്ടോയാണ് അവർ കാണുന്നത്. ഒരു ഫസ്റ്റ് ടൈം നമ്മൾ കാണുന്നത് ഒരു സ്നേക്ക് ഇങ്ങനെ നിൽക്കുന്ന ഒരു ഫോട്ടോ. ഇപ്പൊ എൻ്റെ കയ്യിൽ മലബാർ ലാർജ് സ്കെയിൽ മലബാർ പിറ്റ് വൈപ്പർ ഉണ്ട്. ലാർജ് സ്കെയിൽ പിറ്റ് വൈപ്പർ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഫോട്ടോയാണ് അതിൽ കാണുന്നത്. പക്ഷെ ആ ഫോട്ടോ എടുക്കുന്നതിന് മുമ്പ് കുറേ നേരം ഞങ്ങൾ അതിൻ്റെ അടുത്ത് പോയി സ്പെൻഡ് ചെയ്തു. കാരണം ടൈം കുറേ നമ്മൾ അതിൻ്റെ അടുത്ത് സ്പെൻഡ് ചെയ്താൽ മാത്രമേ അതിങ്ങനെ ഒരു പോസ്റ്റിലൊക്കെ നമുക്ക് നിന്ന് കിട്ടത്തുള്ളൂ. പിന്നെ അതിൽ അറിയാവുന്ന ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ടാവും, ഗൈഡ്. അവർ ഒരുമാതിരിപ്പെട്ട എല്ലാ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫേഴ്സും ഗൈഡുകളോട് കടപ്പെട്ടിരിക്കുന്നു. കാരണം ഇവിടെയാണെങ്കിലും ടൈഗറിനെ ആണെങ്കിലും ഇതിനൊക്കെ. അപ്പം അത് നമ്മൾ കുറേ നേരം അതിൻ്റെ അടുത്തിരിക്കുമ്പോൾ നമ്മുടെ ഹീറ്റും അതിൻ്റെ ഇതിനും തമ്മിൽ അതിനൊരു ഐഡിയ കിട്ടും. ഓക്കെ, ദിസ് ഈസ് നോട്ട് എ ത്രെറ്റ്. പിന്നെ പുള്ളി അങ്ങോട്ട് സെറ്റിൽ ഡൗൺ ആവും. അന്നേരമാണ് പിന്നെ നമ്മൾ ഫോട്ടോ എടുത്ത് തുടങ്ങുന്നത്. അപ്പോൾ ഒരു 40 minutes ഒക്കെ നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടായിരിക്കും. പക്ഷെ നമ്മുടെ ഔട്ട്പുട്ടിലൊരു ഫോട്ടോ നമ്മൾ പോയി പാമ്പിൻ്റെ പടം എടുത്തിട്ട് പോകുന്നു എന്നായിരിക്കും. പക്ഷെ പിന്നെ ചില മാക്രോസ് ഒക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തവളകളുടെ ഇതെടുക്കുമ്പോൾ അമ്പോലി, അകുമ്പയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഫ്രോഗ്സ് ഉണ്ട്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫ്രോഗ്സ്. അതൊക്കെ നമ്മൾ കുറച്ച് ഇതാണ്. ഇപ്പം ചിലപ്പോൾ നമ്മൾ നല്ല രീതിയിൽ നല്ല ഹാബിറ്റാറ്റിലൊക്കെ ഇരുന്ന് കിട്ടും, അല്ലെങ്കിൽ ഇച്ചിരി പാടാ. ഒറാങ്കുട്ടന്റെ കാര്യം പറഞ്ഞല്ലോ, നമ്മളുമായിട്ടൊക്കെ ഭയങ്കര അടുത്ത് നിൽക്കുന്ന ഒരു ജീവിയാണ്. ചെറിയ വ്യത്യാസങ്ങളെ നമ്മൾ പരിണാമത്തിൽ ഉള്ളതെന്ന് നമ്മൾ വായിക്കുന്നവർ ആ ജീവിയെ നിരീക്ഷിക്കുകയും പുതിയ അറിവ് കിട്ടുന്ന സമയത്തുള്ള ഒരു ഹർഷമില്ലേ, അത് പറയും. അതൊരു വല്ലാത്ത ഫീൽ. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഈ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയിൽ ഇതുവരെയായിട്ടും ഉള്ളതിൽ മറക്കാൻ പറ്റാത്തൊരു സീനാണ് ഈ ഒരു ട്രിപ്പായിരുന്നു അത്. ഞാൻ 2-3 പ്രാവശ്യം പോയിട്ടുണ്ട് ബോർണിയോയിൽ. ഇപ്പോൾ ഒറാങ്കുട്ടാൻ്റെ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇതിനെക്കുറിച്ച് വായിച്ചും എൻ്റെ ഫ്രണ്ടിന് പുള്ളിയുടെ ഇതിൽ നിന്നൊക്കെ പുള്ളി പോയിട്ടുണ്ടായിരുന്നു. പുള്ളിയുടെ ഫോട്ടോ ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പ്ലാൻ ചെയ്ത് ട്രിപ്പ് ഇട്ടു. പിന്നെ ഞാൻ വേറെ ഒന്നുകൂടെ പോയി. രണ്ടാമത് പോയപ്പോഴാണ് ഇവർ 97% ഓഫ് DNA മാച്ചസ് വിത്ത് ഹ്യൂമനാണ് ഇവരുടെ. അപ്പോൾ ശരിക്കും പറഞ്ഞൊരു ബെറ്റർ ഹ്യൂമൻ എന്ന് വിളിക്കാൻ വേണ്ടി നമ്മളെക്കാളും ബെറ്റർ. അപ്പോൾ അവർ വിളിക്കുന്നത് തന്നെ മാൻ ഓഫ് ദ ഫോറസ്റ്റ് എന്ന് പറയാം ഒറാങ്കുട്ടാൻ. അപ്പോൾ ഇതിനെ കിട്ടണമെന്നുണ്ടെങ്കിൽ ബോർണിയോ എന്നുള്ള ഐലൻഡ് ഇൻ ബിറ്റ്വീൻ മലേഷ്യ, ഇന്തോനേഷ്യ, അതിൻ്റെ ഇടയിൽ.
അപ്പോൾ നമ്മൾ ഇവിടുന്ന് പോയി, ഇവിടുന്ന് ഇപ്പോൾ ഞാൻ അന്ന് പോയപ്പോൾ ഞാൻ ഹൈദരാബാദിൽ നിന്ന് ചെന്നൈ, വൺ സൈഡ് 4 ഫ്ലൈറ്റ്സ് ആയിരുന്നു. അതായത് ഞാൻ ഹൈദരാബാദിൽ നിന്ന് ചെന്നൈ പോയി, ചെന്നൈയിൽ നിന്ന് മലേഷ്യ, മലേഷ്യയിൽ നിന്ന് ജക്കാർത്ത, ജക്കാർത്തയിൽ നിന്ന് പങ്ക്ലാൻബൺ എന്ന് പറഞ്ഞ ഒരു സ്ഥലം. അങ്ങനെ ഇത്രയും കവർ ചെയ്തിട്ട് വൺ സൈഡ് അപ്പ് ആൻഡ് ഡൗൺ 8 ഫ്ലൈറ്റ്സ് ആയിരുന്നു അന്ന്. ഇപ്പം ചിലപ്പോൾ വേറെ ഉണ്ടാവുമായിരിക്കും. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അപ്പോൾ അവിടെ കുറേ ഡിഫറെൻ്റ് ഓഫ് ഇതുണ്ട്. ഒരു സ്ഥലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമ്പ്സ് ഉണ്ട് അവിടെ. കാരണം അവിടെ ക്യാമ്പുകളിലൊക്കെ റെസ്ക്യൂ ഓപ്പറേഷൻ നടത്തി. ഇന്തോനേഷ്യ ഡീഫോറസ്റ്റേഷൻ ഭയങ്കരമായിട്ട് നടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഡീഫോറസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ പാം ഓയിലിൻ്റെ ഇൻഡസ്ട്രി ഭയങ്കര പ്രശ്നമാണ് അവിടെ. അപ്പോൾ അവരുടെ ഇത് കാരണം, ഈ ഡീഫോറസ്റ്റേഷൻ ഇത് കാരണം ഇതുങ്ങൾ കുറേയൊക്കെ ഇല്ലാണ്ടായി, ഭയങ്കരമായിട്ട് നാശം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർ ആൾക്കാർ ഇതിനെ പിടിച്ചുകൊണ്ട് പോകും, കൊല്ലുന്ന സീൻ ഉണ്ടാവും. അപ്പോൾ അവർ റെസ്ക്യൂ സെൻ്ററുകളുണ്ട് അവിടെ. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് നിന്ന് ഇവർ ഇതിനെ രക്ഷിച്ചിട്ട് തിരിച്ചു കൊണ്ടുവന്ന് വീണ്ടും ഇതിനെ റീഹാബിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമം നടത്തും. അപ്പോൾ അതിന് ഫുഡൊക്കെ കൊടുക്കാനും ഇതൊക്കെ ഉള്ള സ്ഥലങ്ങളുണ്ട്. കാരണം അവർ വൈൽഡിൽ നിന്ന് ആൾക്കാർ പിടിച്ചു കൊണ്ടുപോയതിനെ തിരിച്ചു കൊണ്ടുവന്ന് വീണ്ടും കാട്ടിലേക്ക് ഇടുകയാണ്. അപ്പോൾ ഇവർക്ക് ഫുഡ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവിടെ ഗവൺമെൻറ്റിൻ്റെ ഇത് അവർ ഒരുപാട് ചെയ്യുന്നുണ്ട്, ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ ടൂറിസ്റ്റുകളൊക്കെ ഒരു പരിധി വരെ പോയി കഴിഞ്ഞാൽ അവിടെ പോയി ഇതിനെ കണ്ടിട്ട് തിരിച്ചു വരും. ഞാൻ അന്ന് പോയപ്പോൾ, രണ്ടാമത് ഞാൻ പോയപ്പോൾ എന്താ വെച്ചാൽ ഞങ്ങളൊരു അവിടെ നിന്ന് കുറച്ച് വേറൊരു സ്ഥലത്തേക്ക് പോയി. എൻ്റെ ഗൈഡിനോട് ഞാൻ ചോദിച്ചു, എനിക്ക് ശരിക്കും നാച്ചുറൽ ഹാബിറ്റാറ്റിൽ എവിടെയാണ് കിട്ടുന്നത് വെച്ചാൽ പുള്ളി ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി തന്നെ. അപ്പോൾ അവിടെ ഞങ്ങളൊരു ദിവസം നൈറ്റ് അവിടെ അവരുടെ ഒരു ഫോറസ്റ്റിൻ്റെ ഒരു ചെറിയൊരു ഇതുണ്ടായിരുന്നു, ബിൽഡിങ്. അവിടെ രാത്രി താമസിച്ച് അവരുടെ കൂടെ താമസിച്ച് പിറ്റേ ദിവസം ഞങ്ങൾ ചെറിയ സ്മോൾ ബോട്ടിൽ 3 പേർക്ക് ഇരുന്ന് പോകുന്നൊരു ബോട്ടിൽ ഞങ്ങൾ കറങ്ങുകയാണ്. അപ്പോൾ ഇതിനെ ഇങ്ങനെ കാണാൻ വേണ്ടി ഞങ്ങൾ പോണ വഴിക്ക് പുഴ വഴി, അപ്പോൾ അവിടെ ഇതൊക്കെ ഉണ്ട്, ക്രോക്കഡൈൽസ് ഒക്കെ ഉണ്ട് അതിൽ. അപ്പോൾ ഞാനിങ്ങനെ പോകുന്ന വഴി ഇത് താഴെ അതായത് ഗ്രൗണ്ടിൽ ഇതിനെ കാണാൻ അത്ര ഈസി അല്ല, ചില സമയത്തൊക്കെ കാണുള്ളൂ. അപ്പം ഇങ്ങനെ താഴെ ഇങ്ങനെ ഇരിക്കും, നിര പിടിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര ത്രില്ലടിച്ചിട്ട് ഞാൻ ഗൈഡിനോട് ചോദിച്ചു, ക്യാൻ ഐ ഗെറ്റ് ഡൗൺ ഹിയർ എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളിനോട് പറഞ്ഞു, സുഭാഷ് നമ്മൾ അപ്പുറം ഇപ്പുറം ഇപ്പോൾ ക്രോക്കഡൈലിനെ കണ്ടോളൂ, മുതലുകൾ അവിടെ ഉണ്ടായിരുന്നു, ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ പുള്ളിയോട് പറഞ്ഞൊരു കാര്യം ചെയ്യും, താങ്കൾ അവിടെ പോയി നിൽക്കും, ബോട്ട് ഓടിക്കുന്ന ആൾ ഇവിടെ നിൽക്കട്ടെ, ഞാൻ എന്തായാലും കിട്ടിയ അവസരം എനിക്ക് കളയാൻ പറ്റില്ല എന്നും പറഞ്ഞ ക്ലിയർ വാട്ടർ ആയിരുന്നു. ഞാൻ ഇറങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഭയങ്കര നല്ല എനിക്ക് ഇഷ്ടപ്പെട്ട കുറേ ഫ്രെയിമുകൾ ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്തിട്ട് പിന്നെ ഞങ്ങൾ നടന്നു അകത്തേക്ക്. കുറേ നടന്നു പോകുന്ന വഴിക്ക് ഒരു മരത്തിൻ്റെ മുകളിലൊരു ഒറാങ്ങോട്ടാൻ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ഞാൻ ഡിഫറെൻറ്റ് ഫ്രെയിമൊക്കെ എടുക്കാൻ വേണ്ടി ഞാൻ നിലത്തേക്ക് ഇങ്ങനെ കിടന്നൊക്കെ എടുക്കുകയാണ്. അപ്പോൾ പുള്ളി പറഞ്ഞു, ഒന്നുമില്ല, ഒരു കുഴപ്പമില്ല, എല്ലാം ഓക്കെയാണ്, യു ഡു വടവർ യു വാണ്ട് എന്ന് പറഞ്ഞു. പുള്ളി ഗൈഡാണല്ലോ, പുള്ളി പറഞ്ഞ സ്ഥിതിക്ക് പിന്നെ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ എടുത്തുകൊണ്ട് സാധനം ചാടി ഇറങ്ങി താഴേക്ക് വന്നു. ചാടി ഇറങ്ങി എൻ്റെ നേരെ ഓടി വന്നു. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. നമ്മൾ ഓടി കഴിഞ്ഞാൽ ഏത് അനിമലായാലും നമ്മൾ വീട്ടിലാണെങ്കിലും പട്ടി നമ്മൾ നേരെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓടി കഴിഞ്ഞാൽ പട്ടി നമ്മുടെ പുറകെ ഓടി വരുമല്ലോ, സെയിം സീനാണ് അവിടെ. അപ്പോൾ പുള്ളിനോട് പറഞ്ഞു, ഓർഡർ ചെയ്ത് സുഭാഷ്, ബി കാം ആൻഡ് സ്റ്റേ തരുന്നു. ഞാൻ പറഞ്ഞു, ശരി നിൽക്കാം. വീട്ടിൽ ഭാര്യയും കൊച്ചുമൊക്കെ ഓർമ്മകളായി പുള്ളിയുടെ വരികയാണ്. കാരണം ഈ സാധനം വൈൽഡ് അനിമലാണ്, എന്ത് പറഞ്ഞിട്ട് അതിനാണ് ഭയങ്കര സ്ട്രോങ് ആയ നമുക്ക്. ഇതെൻ്റെ അടുത്തേക്ക് വന്നിട്ട് ആദ്യം എന്നെ ഇങ്ങനെ നോക്കി സ്നിഫ് ചെയ്തു, എന്നിട്ട് കയറി പിടിച്ച സ്ഥലം പറയാൻ പറ്റില്ല, ഒരു പിടുത്തമായിരുന്നു. സ്വർഗം കണ്ടു ശരിക്കും പറഞ്ഞു ഞാൻ. അത് കഴിഞ്ഞിട്ട് എൻ്റെ ക്യാമറയിൽ എൻ്റെ കയ്യിൽ പിടിച്ച് ടച്ച് ചെയ്യല്ല, എൻ്റെ ഫോട്ടോ ഒക്കെ ഉണ്ട്, ഞാൻ തരാം. ടച്ച് ചെയ്യല്ല എഴുത്, ഇങ്ങനെ പിടിച്ചു. അത് കഴിഞ്ഞിട്ട് എൻ്റെ നേരെ നോക്കി ക്യാമറയിലേക്ക് നോക്കി കുറേ നേരമൊക്കെ നിന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ കൂളായി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഒന്നും ഉപദ്രവിക്കൊന്നുമില്ലായിരിക്കും. പിന്നെ പുള്ളി കൂളായിട്ട് എൻ്റെ അടുത്ത് നിൽക്കുകയാണ്. പിന്നെ ഞാൻ അവിടെ കൂളായിട്ട് വന്നു. പുള്ളി എൻ്റെ സൈഡിൽ അവിടെ വന്നിരുന്നു, അവിടെ ഇങ്ങനെ ഇരുന്നു, ശരിക്കും മനുഷ്യനെ പോലെയായിരുന്നു, അതായത് പെരുമാറ്റങ്ങളെ. അപ്പോൾ നമ്മളെ ചെക്ക് ചെയ്തു. പുള്ളി അവിടെ വന്നിരുന്നു. പിന്നെ ഞാൻ സെൽഫി ഒരു എടുത്തു. അതായത് സെൽഫി എന്ന് വെച്ചാൽ അങ്ങനെയല്ല, പുള്ളിയോട് പറഞ്ഞൊരു ഫോട്ടോ എടുത്തെന്ന് പറഞ്ഞ് ഫോട്ടോയൊക്കെ എടുത്തു. പക്ഷെ അതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു വൈൽഡ് അനിമൽ, അത് നമ്മളുമായിട്ട് ഒരുപാട് കണക്റ്റഡ് ആണ്. അവർ ഈവൻ ടൂൾസ് പോലും യൂസ് ചെയ്ത് തുടങ്ങിയൊരു സീനൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ കുറേ സ്ഥലങ്ങളിലൊക്കെ. അപ്പം അങ്ങനെ ഒരു എൻഡാഞ്ചേർഡ് ആയിട്ടുള്ളൊരു ഇതിനെ കിട്ടി. അതൊരു വല്ലാത്തൊരു അനുഭവമായിരുന്നു ഒറാങ്ങുട്ടാൻ. അത് പക്ഷെ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിനകത്തേക്ക് കടക്കുമ്പോൾ നമ്മളും ജീവികളെ കുറേ പഠിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു നോളജ് എന്ന് പറയുന്നത് ഭയങ്കര വാസ്റ്റ് ആയിട്ടുള്ള ഒരു നോളജ് കിട്ടും. ഞാൻ ഈ വൈൽഡ് ലൈഫ് ഫീൽഡിലേക്ക് വരുന്നതിന് മുമ്പ് വരെ ഒരു പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ സാധാരണ എല്ലാവരെ പോലെ കല്ലെടുത്തെറിയുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാനും. അമ്പലപ്പറമ്പിൽ ഉത്സവത്തിന് ആനയുടെ പുറത്ത് കയറാൻ താല്പര്യപ്പെട്ട് 24 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് വണ്ടി ഓടിച്ച് പൂനെന്ന് നാട്ടിൽ വന്ന് അമ്പലത്തിലെ ഉത്സവത്തിന് ആനപ്പുറത്ത് കയറിയിരുന്ന വ്യക്തിയാണ് ഞാനും. പക്ഷെ വൈൽഡ് ലൈഫിലേക്ക് വന്നതോടുകൂടി അതിലുള്ള ചേഞ്ചസ്, കാരണം ഇതൊക്കെ എന്താണ് എങ്ങനെയാണ് എന്നുള്ളൊരു ധാരണ നമുക്കുണ്ട്. മനസ്സിലായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോ എക്സിസ്റ്റൻസ് ആണ് വേണ്ടത്. അല്ലാതെ നമ്മൾ ആന എന്ന് പറയുന്ന ജീവി ഒരിക്കലും ഡൊമസ്റ്റിക്കേറ്റ് ചെയ്ത് കൊണ്ടുനടക്കാവുന്ന ഒരു സംഭവം അല്ല.
ഒരു ബുക്കിലും ഒരു ഇതിലും അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല നമുക്ക് മസ്റ്റാണ് നമ്മുടെ ഇതിന്. പക്ഷെ നമ്മൾ നമ്മുടെ കൺവീനിയൻസിന് വേണ്ടി പണ്ട് തടി പിടിക്കാനും എല്ലാത്തിനും ഉപയോഗിക്കാറുണ്ട്. കാരണം നമുക്കിപ്പോൾ മെഷീനറി ഒക്കെ വരുന്നതിന് മുമ്പ് അങ്ങനെയൊക്കെ ആയിരുന്നു, അത് കാലഘട്ടമായിരുന്നു. പക്ഷെ നമ്മൾ തിരിച്ചറിയുമ്പോൾ നമ്മൾ അതിൽ നിന്ന് മാറില്ല. ഇപ്പം ഞാൻ ഏറ്റവും വലിയ എൻ്റെ എല്ലാവരും എന്നോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്, കൺസർവേഷൻ എന്നുള്ള രീതിയിൽ സുഭാഷ് എന്താ ചെയ്യുന്നതെന്ന്. ഞാൻ പറഞ്ഞു ആസ് എ പേഴ്സൺ ഐ ചേഞ്ച്ഡ്. എൻ്റെ ഇത് ടുവേർഡ്സ് നേച്ചറിനോടുള്ള എൻ്റെ ഇത് മാറി, കാഴ്ചപ്പാട് മാറും എന്ന് വിചാരിച്ച് നമുക്ക് ഫുള്ളായിട്ട് ഇപ്പോൾ ആൾക്കാർ പറയണം എന്നാൽ അപ്പോൾ എങ്ങനെയാണ് ഇത് ബാക്കിയുള്ള ഇത്. ഞാൻ എല്ലാത്തിലും അല്ല, നമുക്ക് ചേഞ്ച് ആവാൻ പറ്റാവുന്ന ചില സെക്ഷൻസ് ഒക്കെ ഉണ്ട്, നമ്മളെ കൊണ്ട് പറ്റാവുന്നതിൽ നമ്മൾ ചെയ്യുമല്ലോ. ഞാൻ അതിനുശേഷം ഇതിലേക്ക് വന്നതിന് ശേഷം ഒരു ഉത്സവപ്പറമ്പിൽ ആനയെ കാണാനോ അല്ലെങ്കിൽ ഒരു പള്ളിയിലോ ഉത്സവത്തിനോ നമ്മൾ ഇത് കാണുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ സങ്കടം. കാരണം ഞാൻ അമ്പുസില്ലിലൊക്കെ 100 ആനകളൊക്കെ നിരന്ന് നിൽക്കുന്ന കണ്ടിട്ടുണ്ട്, ഒരു 10, 30, 50 മീറ്റർ ദൂരങ്ങളിലൊക്കെ. അതായത് അത്രയ്ക്ക് ഇതായിട്ട് അതുങ്ങളൊന്നും ചെയ്യുന്നില്ല. അതിൽ മതം പൊട്ടിയ ആന ഉണ്ടാവും, അല്ലാണ്ടുള്ള ഉണ്ടാവും, എല്ലാം അങ്ങനെ കൂളായിട്ട് നടക്കുന്നു. നമ്മളതിനെ ശല്യം ചെയ്യേണ്ട ദൂരം നിന്ന് അതിനെ വാച്ച് ചെയ്യുന്നു, കാണുന്നു, ഒബ്സർവ് ചെയ്യുന്നു, ഫോട്ടോ എടുക്കുന്നു, പോരുന്നു. പക്ഷെ നമ്മൾ ഇവിടെ കാണുന്ന സീൻ അങ്ങനെയല്ലല്ലോ. അപ്പൊ നമുക്ക് അതിനെക്കുറിച്ച് നമ്മൾ ആന ഇഷ്ടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം കൂടെ പറയാം, എനിക്കറിയില്ല ഇതെന്തോരും ഇതാവുന്നു. പക്ഷെ എൻ്റെ ഒരു കൂട്ടുകാരനോട് ഞാൻ പണ്ട് ചോദിച്ചു, ഞാൻ അതിൽ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ട അരിക്കൊമ്പൻ എന്ന് പറഞ്ഞ ആന വലിയ സംഭവമായിരുന്നു. അതൊരു വലിയൊരു ഇതായിട്ട് കുറേ നാള് എൻ്റെ കുറേ വീഡിയോസൊക്കെ ആൾക്കാർ അരിക്കൊമ്പനാണെന്നൊക്കെ പറഞ്ഞെടുത്തിട്ട് ട്വിറ്ററിൽ ഇതിലേക്ക് ഇട്ടു. അപ്പം ഞാൻ പറഞ്ഞു അത് അരിക്കൊമ്പനൊന്നുമല്ല, അത് ഞാൻ പണ്ട് വാഗമരം എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി എടുത്ത ആനയാണ്. അപ്പം അതിലെന്താണെന്ന് വെച്ചാൽ ഈ അരിക്കൊമ്പന് വേണ്ടി കുറേ ആളുകൾ നമ്മൾ സേവ് എന്നുള്ളൊരു നല്ലൊരു ഇതായിട്ട് ചെയ്തല്ലോ. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം നമ്മൾ ചോദിക്കുകയാണ്, തൃശ്ശൂർ പൂരം വരുമ്പോൾ അമ്മേ ഞാൻ പോയി ഒന്ന് രാമനെ കണ്ടിട്ട് വരട്ടെ എന്നാ പറയുള്ളൂ. അരിക്കൊമ്പനും കൊടുക്കുന്ന അതേ സ്നേഹം നിങ്ങൾ രാമന് കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ ഇതിന് കൊടുക്കുന്നില്ല. അപ്പൊ ആനയെ സ്നേഹിക്കുമ്പോൾ നമ്മൾ രണ്ട് തട്ടിൽ വെച്ച് സ്നേഹിക്കരുത്. സ്നേഹിക്കുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് സ്നേഹിക്കുക. ഇതിനും അതേ വാല്യൂ ഉണ്ട്. പക്ഷെ ഇനിയിപ്പോൾ അതിനെ കാട്ടിലേക്ക് കയറാനൊന്നും പറ്റില്ല. അതല്ല ഞാൻ പറഞ്ഞു. ഇപ്പോൾ ഓരോ ആനകളുടെയും കാര്യം ഇപ്പം നമ്മൾ ആനസ്നേഹി എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ആനസ്നേഹി ആയിരിക്കണം. നമുക്കതിനെ കൊണ്ടുനടക്കാനുള്ളത് നമ്മൾ തിരിച്ചറിവ് ഉണ്ടാവുമ്പോഴെങ്കിലും മാറണം. ഞാൻ ഒരുപാട് വൈകി തിരിച്ചറിഞ്ഞ ഒരാളാണ്. തിരിച്ചറിഞ്ഞത് അത് എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് കേട്ടോ. എല്ലാവരും എങ്ങനെ ആയിരിക്കണം എന്നൊന്നുമില്ല. അതിലൊരുപാട് കോൺട്രവേഴ്സ്യൽ ടോപ്പിക്കാണ്. നമ്മൾ സംസാരിച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്കതിന് പകരം എനിക്ക് അല്ലെങ്കിൽ തന്നെ മെസ്സേജുകളൊക്കെ കിട്ടാറുണ്ട്. ഞാൻ നമ്മുടെ കാഴ്ചപ്പാട്, ഞാൻ പറയണതിന് തെറ്റൊന്നുമില്ല. നമുക്ക് നമ്മുടെ കാഴ്ചപ്പാടാണ്, നമ്മളാരും ഇതിനു വേണ്ടി പറയുന്നല്ലോ. പക്ഷെ അങ്ങനെയാണത്. അതായത് അരിക്കൊമ്പിന് വേണ്ടി സമരം നടത്തിയിട്ട് പിറ്റേ ദിവസം തൃശ്ശൂർ പൂരം കാണാൻ പോകുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ആ ആനയ്ക്കും അതിൻ്റെതായ ഫ്രീഡം ഇതൊക്കെ ഉള്ള ആന ഒരിക്കലും ഡൊമസ്റ്റിക്കേറ്റ് ചെയ്ത് കൊണ്ടു നടക്കാവുന്നൊരു ജീവിയല്ല. ഭയങ്കര സോഷ്യലായിട്ട് ഇറങ്ങാം. അപ്പം നമ്മൾ കുഞ്ഞുങ്ങളാണെങ്കിലും കുഴിയിൽ വീണ് അതിനെ പിടിച്ചെടുത്ത് വളർത്തുക എന്ന് പറയില്ലേ. പക്ഷേ ചില സിറ്റുവേഷൻസിലൊക്കെ അപ്പോൾ അത് അമ്മയിൽ നിന്നും അകറ്റിയാണല്ലോ അതിനെ പിന്നെ കുഞ്ഞിനെ കൊണ്ടുപോയി ഇത് ചെയ്യാണല്ലോ. ആന ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സോഷ്യലായിട്ട് നമ്മളെപ്പോലെ മനുഷ്യനെ പോലെ തന്നെ ഭയങ്കര കുടുംബപരമായിട്ട് ജീവിക്കുന്ന ഒരു ജീവിയാണ്. അവര് നമ്മൾ സെപ്പറേറ്റ് ആക്കി ഇത് ചെയ്യല്ലേ ചെയ്യണേ. അതേപോലെ തന്നെ ഈ ഫോട്ടോസ് മറ്റുള്ളവർ കാണുന്നതും നമ്മൾ കാണുന്നതും ഉണ്ട്. ഇപ്പൊ നമ്മൾ കാണുന്നതൊക്കെ മറ്റുള്ളവർ അംഗീകരിക്കണമെന്നില്ല. ചിലതിനൊക്കെ നമുക്ക് പുരസ്കാരമൊക്കെ കിട്ടും. പക്ഷെ ഇതിൽ ഏത് കാറ്റഗറിയാണ് ഇഷ്ടം എന്ന് ചോദിച്ചാൽ നമ്മൾ മനസ്സുകൊണ്ട് നെഞ്ചേറ്റുന്ന ചില പടങ്ങൾ തന്നെ മറ്റുള്ളവർ അതിന്റെ വാല്യൂ തിരിച്ചറിഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. ഇത് 3 ഘട്ടത്തിലുള്ള സാധനങ്ങളും ഉണ്ട്. സ്വന്തമായിട്ട് ഇഷ്ടപ്പെടുന്നത്, മറ്റുള്ളവർ കണ്ട് ഇത് ഭയങ്കരമാണെന്ന് വണ്ടർ അടിക്കുന്നത്, ചിലതൊക്കെ പുരസ്കാരം കിട്ടുന്നത്. ഈ 3 കാറ്റഗറിയും എങ്ങനെയായിരുന്നു, അതിന്റെ ഫീല് എങ്ങനെയാണ് ഉൾക്കൊള്ളുന്നത്? എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പൊ ആദ്യം നമ്മൾ വൈൽഡ് ലൈഫിലൊക്കെ പോകുമ്പോൾ ഫോട്ടോ എടുക്കാൻ പോകുമ്പോൾ ആദ്യം തന്നെ നമുക്ക് ആദ്യ കാലഘട്ടത്തിലൊക്കെ നമുക്ക് കണ്ടു കഴിയുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും. നമ്മൾ കണ്ടു, ഫ്രെയിമിലില്ല, ഞാൻ കണ്ടു വരണതിന് അത് ഭയങ്കര ഹാപ്പിനെസ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പോഴും കണ്ടു കഴിഞ്ഞാലുള്ള ഹാപ്പിനെസ് നെക്സ്റ്റ് ലെവലാണല്ലോ, അല്ലാന്നല്ല ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ ഫോട്ടോ എടുക്കും. ഇപ്പൊ താങ്കൾ ചോദിച്ചാൽ 3 സെക്ഷൻസിന്റെ അത് പറഞ്ഞു. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ കുറെ നാൾ കഴിയുമ്പോൾ നമ്മൾ ഫോട്ടോസ് കിട്ടിയില്ലോ, അയ്യോ എനിക്ക് ആ ഫോട്ടോ കിട്ടിയില്ലോ, ആ ഒരു ഫോട്ടോ ആ ഫ്രെയിം എനിക്ക് വേണമായിരുന്നു എന്ന് പറയുന്നൊരു സമയമുണ്ടോ. അതും കഴിഞ്ഞിട്ട് വരുന്നൊരു സെക്ഷൻ ഉണ്ട്. അതായത് ഞാൻ ഫോട്ടോ എടുത്തു, ഈ ഫോട്ടോയ്ക്ക് എനിക്ക് എന്തുകൊണ്ട് അവാർഡ് കിട്ടിയില്ല എന്ന് ചോദിക്കുന്ന സീനിൽ എത്തുന്നത്. ഈ അവാർഡ്സ് എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫോട്ടോയുടെ ക്വാളിറ്റി മാത്രം നോക്കിയിട്ടില്ല. അവാർഡുകൾ എന്ന് പറയുമ്പോൾ ഓരോ ഫോട്ടോയും ഓരോ കഥ പറയണം, അത് കണക്റ്റ് ആവണം. അല്ലാതെ ഫോട്ടോ എത്ര ഷാർപ്പാണ്, എന്തോരം കളറുണ്ട്, എന്തോരം ഇതുണ്ടെന്ന് മാത്രം നോക്കിയിട്ടല്ലല്ലോ അവാർഡ്സ് കൊടുക്കുന്നത്. അവരൊക്കെ ജൂറിയിലിരിക്കുന്നവരൊക്കെ നല്ല വിവരമുള്ളവരാണ്, അവർക്ക് എന്തെങ്കിലും കണക്റ്റഡ് അല്ല. എല്ലാം അല്ല, എല്ലാ അവാർഡ്സും അല്ല, പല ഇതിനും നല്ലതായിട്ടുള്ളതുണ്ട്. എനിക്ക് അങ്ങനെ തോന്നിയൊരു ഇതുണ്ടായിരുന്നു. ഞാൻ നീൽഗിരി താറ് രാജമലയിൽ പോയി എടുത്ത് അതിന്റെ ഫോട്ടോ എടുത്തായിരുന്നു. അപ്പം ഞാൻ അന്ന് എടുത്ത ഫോട്ടോ ഞാൻ വിചാരിച്ചു ഇത് എനിക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. സംസ്ഥാന ഇതൊക്കെ ഉണ്ടല്ലോ, കേരളം അത് കിട്ടിയ എനിക്ക് ആ സമയത്താണ് കേരളത്തിൽ ഞാൻ ഫോട്ടോ എടുത്തു തുടങ്ങി. എവിടെ അത് ലിസ്റ്റിൽ പോലും വന്നില്ല. അപ്പം എനിക്ക് ഭയങ്കര മാനസിക വിഷമമായി. അത് കഴിഞ്ഞ് ഞാൻ കണ്ടു, അതായത് അവാർഡ് കൊടുത്ത ഫോട്ടോസൊക്കെ ഞാൻ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ
ഇങ്ങനെ ഇരുന്ന് പോയി. അപ്പൊ ഞാൻ ആലോചിക്കുകയാണ് എന്താണ് കാരണം. പക്ഷെ അത് ചിലപ്പോൾ ജൂറി വേറെ എന്തെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടാവും. അതിൽ നമുക്ക് പേഴ്സണലി ഉള്ള ഫീല് ഡിഫറെന്റ് ആയിരിക്കും, കാണുന്നവർക്ക് അത് വേറെ എന്തെങ്കിലുമൊക്കെ തോന്നും. അതായത് ജഡ്ജ് ചെയ്യുന്ന ആള് വിവരമുള്ളവരായിരിക്കും, അവർക്ക് ചിലപ്പോൾ വേറെ എന്തെങ്കിലും കൺസെപ്റ്റ് ആയിരിക്കും അതിൽ തോന്നിയേക്കണേ, എൻ്റെ ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവില്ലായിരിക്കും. അപ്പൊ അങ്ങനെ തോന്നുന്ന സീനുണ്ട്. ആ ഒരു സീനിൽ ഇതും കഴിഞ്ഞിട്ട് പിന്നെ അതും കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ആയിരുന്ന ഒരു സീനിലേക്ക് എത്തും. അവിടെ എത്തി നിൽക്കുകയാണ് ഇപ്പൊ ഞാൻ. അതായത് ഫോട്ടോ എടുത്തു, അത് ഇൻസ്റ്റാഗ്രാമിൽ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ ഫ്ലൈക്ക് കിട്ടിയെന്ന് വരില്ല. കാരണം ഹാബിറ്റാറ്റ് ഷോട്ടുകളാണെങ്കിൽ കാരണം സ്ക്രീൻ സ്പേസ് കുറവാണ്. അപ്പൊ നമ്മളത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാരിലേക്ക് അതിനെ എത്തിക്കില്ല. പക്ഷെ അത് ബിഗ് സ്ക്രീനിൽ നമ്മൾ എവിടെയെങ്കിലും കാണിക്കുമ്പോൾ അതിന്റെ ഒരു ലുക്ക് ഭയങ്കര ഡിഫറെന്റ് ആയിരിക്കും. കാരണം ഒരു ഹാബിറ്റാറ്റ് എല്ലാം കൂടെ അതിന്റെ നടുക്ക് എവിടെയെങ്കിലും ഒരു സബ്ജക്ട് നിൽക്കുന്നു. അപ്പൊ ഇപ്പൊ ഒരു അതേ അവസ്ഥയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ഞാൻ. ഇനിയിപ്പോ അടുത്ത ഇതെന്താണെന്ന് എനിക്ക് അറിയില്ല. നമുക്ക് അങ്ങനെ ഒരുപാട് നഷ്ടപ്പെടും. പക്ഷെ നമ്മുടെ പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ ആണ് അത്. ഇനി ഇതിനൊരു അതർ സൈഡ് ഉണ്ട്. ഈ വഴിക്ക് പ്രൊഫഷൻ ആക്കുമ്പോൾ പലതരത്തിൽ ഇതിനെ കമേഴ്സ്യലൈസ് ചെയ്യണം. അല്ലെങ്കിൽ നമുക്കിത് ലെൻസ് തന്നെ നമ്മൾ കൊണ്ടു നടക്കുന്നത് അത്രയും കാര്യമായിട്ട് കൈകാര്യം ചെയ്തില്ലെങ്കിൽ അതുപോലും നിലനിൽക്കാത്ത ഒരു പരിപാടിയാണ്. ഇതെങ്ങനെ മാനേജ് ചെയ്യും? എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ എപ്പോഴും പിള്ളേർ മെസ്സേജ് ഇടാറുണ്ട്, ചേട്ടാ ഇതിൽ നിന്ന് എങ്ങനെയാ, ഞാൻ ഡിഗ്രി +2 കഴിഞ്ഞു, ഡിഗ്രി +2 കഴിഞ്ഞു, വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ആവണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഞാൻ പറഞ്ഞു മോനെ സിനിമയിലൊക്കെ കാണാനും ഇതിൽ കാണാനും ഒക്കെ രസമാണ്. ഞാൻ പറഞ്ഞില്ല, ഞാൻ ജോലി എടുത്ത് പണിയെടുത്ത് കാശ് ഉണ്ടാക്കിയതിന് ശേഷമാണ് ഇപ്പോഴും ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. ആ വർക്കും ചെയ്ത് അതിൽ നിന്നുള്ള ഇൻകം എടുത്തിട്ട് ഇതിലേക്ക് ഇട്ടിട്ടാണ് ഇവിടെ എത്തിയത്. അതായത് ഓരോന്ന് മേടിക്കാനും ഇതിനൊക്കെ നമ്മൾ ഇതിലേക്ക് ഇറങ്ങുമ്പോൾ ഇഫ് യു ആർ ലക്കി സംടൈംസ് യു മേ ഗെറ്റ് സം അവാർഡ്സ് ആൻഡ് ഓൾ, യു നെവർ നോ, ഇറ്റ്സ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ യുവർ ലക്ക്. നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് പോയി നമുക്ക് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഒരു ഫോട്ടോ കിട്ടി, ആ ഫോട്ടോയ്ക്ക് ആ ഒരു പർട്ടിക്കുലർ ടൈമിൽ ചിലപ്പോൾ ഒരു ബൂം കിട്ടും. പക്ഷെ ഇതിന് നമുക്ക് പാഷനേറ്റ് ആയിട്ട് കൊണ്ടു നടക്കാൻ പറ്റുമോ എന്നുള്ളൊരു വലിയ ഇതാണ്. നമുക്ക് പാഷൻ മാത്രം പോരാ, ഫിനാൻഷ്യലി ഇച്ചിരി കോസ്റ്റ്ലിസ്റ്റ് ഉള്ള ഹോബിയാണ്. കാരണം ലെൻസും ക്യാമറ 400 2.8 എന്നൊക്കെ പറയുമ്പോൾ നിക്കോണിന്റെ 400 2.8 12+ lakhs ആണ് വില. അതുപോലെ നമ്മൾ ഓരോ ട്രിപ്പുകളും ഓരോ സ്ഥലത്തും കാട്ടിൽ പോകുന്ന ഓരോ സ്ഥലങ്ങളിൽ പോകണമെങ്കിൽ നല്ല കാശ് കൊടുക്കണം. ഒരു ദിവസം കമ്പനിയിലൊക്കെ പോയി JLR-ലോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പോയി താമസിക്കുന്നുണ്ടെങ്കിൽ 8,000 to 9,000 പെർ പേഴ്സൺ ഒക്കെ കൊടുക്കേണ്ടി വരും ചിലവ്. അല്ലാതെയും പോകുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കുന്നത് നമുക്ക് അങ്ങനെ ഡൈവേഴ്സിറ്റി ആഡ് ചെയ്തേ പറ്റൂ. നമ്മുടെ പോർട്ട്ഫോളിയോയിൽ നമുക്ക് ഡിഫറെൻറ്റ് ഇത് വേണം. നമ്മൾ വീടിൻ്റെ മുറ്റത്ത് മാത്രം നിന്നിട്ട് കാര്യമില്ല. പക്ഷെ പഠിക്കേണ്ട സമയത്ത് നമുക്ക് വീടിൻ്റെ മുറ്റത്തുനിന്നും പഠിക്കാം. പക്ഷെ നമ്മളൊരു പ്രൊഫഷനായിട്ട് എടുക്കാൻ നേരത്ത് നമുക്കത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി ട്രാവൽ ചെയ്യേണ്ടി വരും, പല സ്ഥലങ്ങളിലേക്ക് ട്രാവൽ ചെയ്യേണ്ടി വരും. അപ്പോൾ എക്സ്പെൻസ് കൂടുതലാണ്. ഞാൻ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇപ്പം സ്റ്റാർട്ടഡ് ഏർണിങ് ഫ്രം ദിസ്. പക്ഷെ നേരത്തെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിൽ എൻ്റെ സാലറിയിൽ നിന്ന് കിട്ടുന്നത് ഒരു അങ്ങനെയാണ് മേടിച്ചത്. പേഴ്സണൽ ലോൺ എടുത്ത് ലെൻസ് മേടിക്കും, EMI ശമ്പളം കിട്ടുന്നതിന് EMI അടയ്ക്കും, അങ്ങനെയൊക്കെയാണ് തുടങ്ങിയത്. അപ്പോൾ എല്ലാവരും അതൊന്നും കാണില്ല. അപ്പോൾ എല്ലാവരും കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാമിൽ ഒരു 400K ഫോളോവേഴ്സ്, ടാറ്റു ഒക്കെ അടിച്ച് കടുക്കനൊക്കെ ഇട്ട് കുറേ ടാറ്റു ഒക്കെ അടിച്ചിരിക്കുന്ന ഒരാൾ, അതേ അവർ കാണുന്നുള്ളൂ. അപ്പോൾ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ പിള്ളേർ അപ്കമിങ് ആയിട്ടുള്ള പിള്ളേരൊക്കെ കാണുന്നത് അങ്ങനെയാണല്ലോ. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പരിധി വരെ ഞാൻ എല്ലായിടത്തും പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെയും പറയുന്നത്. എനിക്ക് മടിയൊന്നുമില്ല. കാരണം മറ്റേ നിവിൻ പോളി പറയുന്ന ഒറ്റയ്ക്ക് വഴി വെട്ടിയൊന്നുമല്ല. അപ്പൊ അതൊന്നും പറയണതിന് മടിയൊന്നുമില്ല. പക്ഷെ അങ്ങനെയാണ്. അപ്പൊ നമ്മൾ സ്ട്രഗിള്, ആ സ്റ്റാർട്ടിങ്ങിൽ സ്ട്രഗിൾ ഭയങ്കര, ആ സ്ട്രഗിൾ ഓവർകം ചെയ്ത് നമ്മൾ അന്നേരം ഗിവ് അപ്പ് ചെയ്യാണ്ട് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ റീച്ച്. അപ്പൊ ഇതിൽ ഇൻകം എന്ന് പറയുന്നത് ശരിക്കും ഇപ്പോൾ എനിക്ക് കിട്ടുന്ന ഇൻകം എന്ന് പറയുമ്പോൾ ഞാൻ ഫോട്ടോഗ്രാഫി വർക്ക്ഷോപ്പൊക്കെ നടത്തുന്നുണ്ട്. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ നമുക്ക് കൊളാബ്സ് ഒക്കെ വരും. പിന്നെ മൊബൈൽ ബ്രാൻഡിൻ്റെ കോൺട്രാക്റ്റുകളും പിന്നെ കുറച്ച് പ്രൊജക്റ്റുകളൊക്കെ വരും, വീഡിയോ പ്രൊജക്റ്റുകൾ വരും. നമുക്ക് വീഡിയോ ഒക്കെ ഞാൻ ആദ്യം പറഞ്ഞാൽ കഴിഞ്ഞ ലാസ്റ്റ് വീക്ക് ഒരു മൂവിക്ക് വേണ്ടി, ഒരു ഹിന്ദി മൂവിക്ക് വേണ്ടി അവർക്ക് കണ്ടന്റ് വേണം, ഇപ്പോൾ അത് കൊടുത്തു. അങ്ങനെയൊക്കെ കിട്ടും നമുക്ക്. അപ്പോൾ അത് നമ്മൾ അതിലെത്താൻ കുറേ സമയം എടുക്കും. അതിലെത്തണം എന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ക്വാളിറ്റി മാത്രം പോരാ, അവിടെയാണ് ഒരു പ്രശ്നം. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ആർട്ടിനായിരുന്നു വാല്യൂ. ഇപ്പൊ ആർട്ടിസ്റ്റിന് എത്ര ഫോളോവേഴ്സ് ഉണ്ട്, ആർട്ടിസ്റ്റിന്റെ കണ്ടന്റ് മാത്രമല്ല, ആർട്ടിസ്റ്റിന്റെ 4 പേര് അറിയണവരാണോ, അതും കൂടി ഉണ്ടാക്കിയെടുക്കാൻ കുറെ സമയം എടുക്കും. കാരണം അത് സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ പോയില്ലെങ്കിൽ അത് നടക്കൂല. ശരിയല്ലേ? കാരണം നമുക്കിപ്പോ ഒരു ഞാനൊരു പരിധി വരെയുള്ള ഫോട്ടോഗ്രാഫൊക്കെ നോക്കുമ്പോൾ ഞാൻ ഫോട്ടോഗ്രാഫ് എടുത്ത് നോക്കും. നല്ല ഫോട്ടോഗ്രാഫാണ്, ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് അടിക്കും, കമന്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ടാണ് ആരാണ് എടുത്തതെന്ന് നോക്കണേ. അപ്പൊ നമുക്ക് ചിലപ്പോൾ അതൊരു 500K ഫോളോവർ ആയിരിക്കും, ചിലപ്പോൾ അത് 50 ഫോളോവേഴ്സ് ഉള്ള ആളായിരിക്കും. പക്ഷെ ഒരു പരിധി വരെയുള്ള വേറെ സെക്ഷനിലേക്കൊക്കെ പോകുമ്പോൾ ആൾക്കാർ നോക്കുന്നത് എത്ര ഫേമസ് ആണ് ആ പർട്ടിക്കുലർ ആളെന്നുള്ളത്. പണ്ടത്തെ ആർട്ടിസ്റ്റുകളുടെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അങ്ങനെയല്ലല്ലോ. ഒരു എക്സിബിഷൻ നടത്തി അവർ ഫേമസ് ഇതാവും. ഇപ്പോഴത്തെ പക്ഷെ നമുക്ക് ഈ കാലഘട്ടത്തിനനുസരിച്ച് നീങ്ങിയേ പറ്റത്തുള്ളൂ, നമുക്ക് മാറ്റാനും പറ്റില്ല. അപ്പം അങ്ങനെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് കൊളാബ്സും അതും ഇതൊക്കെ കിട്ടും. ദൈവം ഇപ്പം ഇത്ര ഉള്ള കാരണം, ഇങ്ങനെ ഇതുള്ള കാരണം, അതുകൊണ്ട്
കുഴപ്പമില്ലാത്ത ഇൻകം വരും. പിന്നെ ഫോട്ടോഗ്രാഫി എല്ലാവരും അങ്ങനെയാണ്. ഇപ്പോൾ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയിലുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാവരും either they have worked somewhere earlier or they have some business, അല്ലെങ്കിൽ ഇപ്പോഴും വർക്ക് ചെയ്തിട്ട് സൈഡിലൂടെ അത് ചെയ്തുകൊണ്ട് കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ ഓർക്കുന്ന ജീവികൾ ഒരുപാടുണ്ടാവും. പക്ഷെ ഒറാങ്കുട്ടനെ പോലെ അത്രയും അടുത്ത് നിന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്ത വേറെ ആരാ ഉള്ളത്? ആനകളാണ് അധികവും ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്തേക്കുന്നത്. അത് നമ്മുടെ നാട്ടിൽ തന്നെ ആനകളെ ഒരുപാട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആനയെ എല്ലാ ആനിമലിനും ഇഷ്ടമാണ്. പക്ഷെ ആനകൾ ഒരുപാട് ക്ലോസ് എൻകൗണ്ടറുകൾ ഒരുപാട് വന്നിട്ടുണ്ട്. ചില സീനിൽ നമ്മൾ അപ്രതീക്ഷിതമായിട്ടായിരിക്കും ചിലപ്പോൾ. ഒരു പ്രാവശ്യം ഞങ്ങൾ വയനാട്ടിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആനയും കുഞ്ഞും ഞങ്ങളൊരു 60-70 മീറ്റേഴ്സ് ദൂരത്തിൽ നിൽക്കുക. അപ്പോൾ രാവിലെ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആനയ്ക്ക് ശരിക്കും പറഞ്ഞാൽ 50 മീറ്റർ 60 മീറ്റർ കഴിഞ്ഞാൽ അത്രയേ ഉള്ളൂ എന്ന് തോന്നുന്നു വിഷൻ. അത് കഴിഞ്ഞാൽ പിന്നെ ബ്ലർഡാ എല്ലാം. പക്ഷെ അവർ സ്മെല്ല് കൊണ്ട് നമ്മളിങ്ങനെ ആന ഇങ്ങനെയൊക്കെ തുമ്പിക്കുകയൊക്കെ പൊക്കിക്കുമ്പോൾ ആൾക്കാർ പറയും ആ കണ്ടോ സല്യൂട്ട് വരുന്നതുണ്ടോ. സല്യൂട്ട് വരുന്നതല്ല, മണം പിടിക്കണ നമ്മൾ. പക്ഷെ നമുക്ക് അറിയില്ലാത്ത കാരണമായിരുന്നു. അപ്പം അത് ഒരു 50-60 അത്രയൊക്കെ ഉള്ളൂ എന്ന് തോന്നുന്നു വിഷൻ. അത് കഴിഞ്ഞാൽ ദൂരത്തേക്കുള്ളത് നമ്മൾ അവർ മണം പിടിച്ചിട്ടാണ് ഇത് കിട്ടുന്നത്. അപ്പം ഞങ്ങൾ ദൂരെ നിൽക്കുകയാണ്. അപ്പോൾ ഇത് പെട്ടെന്ന് കുഞ്ഞുണ്ട് അതിൻ്റെ കൂടെ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് എന്തോ ഒരു ഒച്ചയായിട്ട് അങ്ങോട്ട് തിരിഞ്ഞു പോയി. അപ്പോൾ ഒരു കാറ്റടിച്ചപ്പോൾ നമ്മുടെ സ്മെല്ല് ഓട്ടോമാറ്റിക്കലി കാറ്റിൻ്റെ കൂടെ അങ്ങനെ ചെല്ലുള്ളൂ. അപ്പോൾ കാറ്റ് ചെന്നതാണ് ഇത് പെട്ടെന്ന് വയലൻ്റായി ഞങ്ങളുടെ നേരെ ഓടി വന്നു. അപ്പം ഞാൻ ഈ 400 ആകുമ്പോൾ എൻ്റെ കയ്യിലാണ് ഈ ഒരു ട്രൈപോഡ് ഫിറ്റ് ചെയ്ത ട്രൈപോഡിലൊക്കെ ആയിരുന്നു. അതൊക്കെ ഇട്ടിട്ടൊരു ഒറ്റ ഓട്ടം ഓടി. അതൊക്കെ ഓടി ഞാൻ തിരിച്ച് അത് കഴിഞ്ഞ് ആന അവിടെ വന്ന് നിന്നു. ആന വരുമ്പോൾ സാധാരണ എങ്ങനെയാണെന്ന് വെച്ചാൽ ആന ഇങ്ങനെ ചെവി വിടർത്തി വരികയാണെങ്കിൽ അത് മോക്ക് ചാർജാണ് ഒരു പരിധി വരെ. അതൊന്ന് നമ്മളെയൊന്നും പേടിപ്പിക്കാൻ വേണ്ടി ഓടിപ്പിക്കാൻ വേണ്ടി. അപ്പോൾ അതങ്ങനെയായിരുന്നു വന്നത്. അത് കഴിഞ്ഞിട്ട് കുറച്ചങ്ങോട്ട് പോയിട്ട് ഞങ്ങൾ അവിടെ നിന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തിരിഞ്ഞു നോക്കിയപ്പോൾ പുറയുന്ന ഒരു ബ്രർ സൗണ്ട് വന്നു. ഇതിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു കൊമ്പൻ പുറയിൽ കൊണ്ടാണ് അതിൻ്റെ മുമ്പിലേക്കാണ് ഞങ്ങൾ ഇവിടുന്ന് പോയി ഓടിപ്പോയത്. അങ്ങനെയുള്ള ചില സീൻസൊക്കെ നമ്മൾ മറക്കില്ല. അപ്പം അന്നേരം പക്ഷെ അതൊക്കെ ടാക്കിൾ ചെയ്യാൻ നമുക്ക് ഇത് ചെയ്യണമല്ലോ. കാരണം അപ്പം എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ അവരുടെ ടെറിട്ടറിയിലേക്ക് ചെന്നേക്കണം. അപ്പം നമ്മളതിനെ അപ്പം ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ കണ്ടില്ലായിരുന്നു, അല്ലെങ്കിൽ ആ ഭാഗത്തേക്ക് ഓടത്തില്ലായിരുന്നു. ഞങ്ങൾ ബാക്ക് സൈഡിലേക്ക് അങ്ങനെ മാറിയാണ്. പക്ഷെ അന്നേരം ചില സമയങ്ങളിലൊക്കെ അങ്ങനെയൊക്കെ വരും. പക്ഷെ ഒരു പരിധി വരെ ഒന്നും നമ്മളങ്ങനെ പേടിപ്പിക്കാനേ നോക്കത്തുള്ളൂ. പിന്നെ നമ്മൾ അവരുടെ ഇതിലേക്ക് നമ്മൾ ചെന്നേക്കാണെന്ന ധാരണ നമുക്കും വേണം. നമ്മുടെ വീട്ടിൽ ഇപ്പോൾ ഒരാൾ സോഫയിലൊക്കെ കയറി വന്നിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചോദിക്കും എന്ത് ചെയ്ത് ചോദിക്കും, ആരാന്ന് ചോദിക്കും. കുറെ കഴിഞ്ഞിട്ട് മറുപടി ഒന്നും എടുത്തിട്ട് പുറത്തേക്ക് അറിയില്ലേ എന്ന് പറഞ്ഞ സീൻ അത് തന്നെ സെയിം ആണ്. ഈ മോഹം വെക്കുന്നതിൽ അർത്ഥമുണ്ടോ ഇല്ലയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എങ്കിലും ഒരു മോഹം വെക്കുമല്ലോ, നമ്മുടെ ഉള്ളില് ഒരു മോഹം ഉണ്ടാവും. ഇങ്ങനെ ഒരു ഷോട്ട്, ഇങ്ങനെ ഒരു ക്ലിക്ക് എന്നൊക്കെ പറയുന്ന പരിപാടികൾ ഉണ്ടാവും. ചിലപ്പോൾ നമ്മൾ എവിടെയെങ്കിലും കണ്ടിട്ടുള്ളതായിരിക്കും, ചിലപ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെ പരുവപ്പെട്ടതായിരിക്കും. ചില സിറ്റുവേഷൻസിൽ മിസ്സായതും ഉണ്ടാവും. അത് എന്താണ് അടുത്ത? എനിക്ക് ആർട്ടിക് പോകണം വലിയ ആഗ്രഹം. അന്റാർട്ടിക്ക ആ ഭാഗത്തേക്ക് പോകണം. അങ്ങനെ കുറച്ച് അത് ഒരുപാട് ആൾക്കാർ പോയേക്കണം. അതൊന്നും ഒരു വലിയ ഇമ്പോസിബിൾ ടാസ്ക് അല്ല. പക്ഷെ ഞാനിതുവരെയായിട്ടും പോയിട്ടില്ല. അപ്പോൾ എനിക്ക് അവിടെ പോകണം എന്ന് വലിയ ആഗ്രഹമുണ്ട്. അങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട് ആർട്ടിക്. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോഴത്തെ ഒരു ഇഷ്ടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് എക്സ്പ്ലോർഡ് അൺഎക്സ്പ്ലോർഡ് എന്നുള്ളൊരു താല്പര്യത്തോടു കൂടി കുറേ സ്ഥലങ്ങളൊക്കെ പോകുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ വീക്കിൽ ഞാൻ രാജാജി നാഷണൽ പാർക്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ ആൾക്കാർ പോകുന്നുണ്ട്, നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് പേര് പോയേക്കുന്നവരുണ്ട്. പക്ഷെ അത്ര ഇപ്പം നമ്മൾ ബാക്കിയുള്ള ടൈഗർ റിസർവിൻ്റെ പേര് അത്ര ഒരു ഇതല്ല. പക്ഷെ ഞാൻ പോയി അവിടെ ഒരു 3 സഫാരി ഞാൻ ചെയ്തു, 3 ഗെയിം ഡ്രൈവ് ചെയ്തു. ആ 3 ഡ്രൈവിൽ ലാസ്റ്റ് ഡ്രൈവിൽ എനിക്ക് കിട്ടിയ ഫോട്ടോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഫീലായിരുന്നു. മഞ്ഞിൽ ലെപ്പേർഡ് നടക്കുന്നു പോകുന്നു. ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അത് അങ്ങനെ നമുക്ക് ലക്കിന് കിട്ടുന്ന കുറേ സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ പോയി കാണാത്ത നമ്മൾ കാണിച്ച് നമ്മൾ മറ്റുള്ളവരെ കാണിക്കുമ്പോൾ അങ്ങനെ ഒരു പ്രത്യേക ആർട്ടിക് അതുപോലെ കിടക്കുന്ന ഒരു സ്ഥലമാണ്. പിന്നെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അത് മെയിനായിട്ട് ഇപ്പോൾ ആർട്ടിക്കിൽ ഒന്ന് പോകണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. അതാണ് ഇപ്പോൾ കിടക്കുന്ന ഒരു ആഗ്രഹം. അടുത്ത് നമ്മൾ കാണുമ്പോൾ അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ കാണുമ്പോൾ അത് സാധിക്കട്ടെ. അങ്ങനെയാണ് ഹോപ്പ്ഫുള്ളി നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതെ, അടിപൊളി കഥകളാണ് കേട്ടോ ഇതിനകത്തൊക്കെ. ഗിവ് അപ്പ് ചെയ്യാണ്ട് നമ്മൾ കൊണ്ടുവരികയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇതും ചേട്ടൻ പറഞ്ഞാൽ ഇത് നടക്കുകയാണെങ്കിൽ വലിയ സംഭവം. എന്നെ സംബന്ധിച്ചോളം എല്ലാവരും പോകുന്നതാണ്. ഒരുപാട് ആൾക്കാർ പോയിട്ടുണ്ട്, നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പോയ ആൾക്കാരും ഉണ്ട്. പക്ഷെ എനിക്കത് ഞാൻ കാണുന്ന രീതിയിൽ പോയി ഷൂട്ട് കവർ ചെയ്യണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമാണ്. അങ്ങനെ നടക്കും, നടന്നു കഴിയുമ്പോൾ ഞാൻ വിളിക്കും. അതെ, അപ്പൊ നന്ദിയുണ്ട് സംസാരിക്കാൻ കഴിഞ്ഞാൽ. നമുക്ക് അറിഞ്ഞൂടാത്ത ഒരു ലോകമാണ് അത്. ഭയങ്കര രസമല്ലേ? എനിക്കും ഇതൊരു ആദ്യത്തെ അനുഭവം. അപ്പൊ ഞാനിങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോ എൻ്റെ വൈഫ് എന്നോട് പറഞ്ഞു, വൈഫ് താങ്കളുടെ വീഡിയോസ് ഒക്കെ കാണുന്നതാണ്. പുള്ളി പറഞ്ഞു പ്രത്യേകിച്ച് സ്പെഷ്യൽ മെൻഷൻ കൊടുക്കണം കേട്ടോ, ഞാൻ പറഞ്ഞു എന്ന് പറയണമെന്നും പറഞ്ഞു. സ്വീകരിച്ചിരിക്കുന്ന കേട്ടോ. അപ്പൊ അത്രയ്ക്ക്
പിന്നെ ഒരു ഇന്റർവ്യൂ ഒക്കെ കൊടുക്കുമ്പോൾ പറയുമ്പോൾ എനിക്ക് ഒന്നാമത് കാഷ്വലായിട്ട് സംസാരിക്കാനേ അറിയാം. ഞാൻ ഭയങ്കര ഫോർമലായിട്ട് സംസാരിക്കുന്ന ഒരാളല്ല. അപ്പൊ അതിൻ്റെതായ ഇതുണ്ടാവും എനിക്കറിയില്ല എങ്ങനെയാണെന്ന്. പക്ഷെ ഇതാണ് നല്ല ഞങ്ങൾക്ക് ഇത് കേൾക്കാനാണ് ഇഷ്ടം. ഞാൻ പണ്ട് അച്ഛൻ അങ്ങനെയായിരുന്നു. അച്ഛൻ സോഷ്യൽ ആക്ടിവിസ്റ്റ്, പഴയ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു തന്നെ. എൻ്റെ അച്ഛൻ മരിച്ചുപോയി. അപ്പം അച്ഛൻ ഒരുപാട് സംസാരിക്കും. എൻ്റെ കൂട്ടുകാരൊക്കെ വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കും അവരാദ്യം എന്നോട് ചോദിക്കും, അച്ഛൻ വീട്ടിലുണ്ടോ പോവാന്ന് പറയും. എന്നാ പിന്നെ വരാന്ന് പറയും. കാരണം വന്നു കഴിഞ്ഞാൽ ഇവര് അച്ഛൻ കത്തി വയ്ക്കും എന്ന് പറഞ്ഞ ഒരേ അവസ്ഥയാണ് എൻ്റെ. ഞാനും വീട്ടിൽ വൈഫ് എപ്പോഴും പറയും, സുഭാഷിൻ്റെ കൂടെ ഒരാൾ ട്രെയിനിലായിക്കോട്ടെ, ഫ്ലൈറ്റിലായിക്കോട്ടെ, ഓട്ടോറിക്ഷയിലായിക്കോട്ടെ യാത്ര ചെയ്യുകയാണെങ്കിൽ ബൈ ദ ടൈം യു റീച്ച് ദ ഡെസ്റ്റിനേഷൻ the other person will be knowing how many loans you have, how many places you travel, എങ്ങനെയൊക്കെയായിരുന്നു ജീവിതം എന്നുള്ള എല്ലാം പറയും. എനിക്ക് ഹൈഡ് അറിയാൻ പാടില്ല. ഒരു പരിധി വരെയുള്ള ഒരു കാര്യങ്ങളും ഹൈഡ് ചെയ്യേണ്ട വളരെ ചെറിയതായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഹൈഡ് ചെയ്യാൻ അറിയാമുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ഓപ്പൺ ബുക്കാണ്. കാർഡ് ഞങ്ങളുടെ മുമ്പിലേക്ക് ഇങ്ങനെ തുറന്നു വെച്ചതിന് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. English Cafe, we present you the perfect English. WhatsApp now 9633 888 575.